ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. അപ്പോൾ നമ്മുടെ KTET എക്സാം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും റിവിഷൻ ചെയ്തിട്ടും മോഡൽ എക്സാമും ചെയ്തിട്ടും ആകെ മൊത്തം ഒരു പരുവത്തിലിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും KTET കാറ്റഗറി 3 സൈക്കോളജിൻ്റെ ഫസ്റ്റ് പാർട്ടായ അഡോൾസെൻറ്റ് സൈക്കോളജി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പക്ഷേ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അഡോൾസെൻറ്റ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബേസിക് മുതൽ നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ക്യാപ്സ്യൂൾ പോലെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വേഗം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവുകയാണേ. ദ ടേം അഡോളസൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് അഡോളിസർ മീനിങ് ടു ഗ്രോ ടു മെച്യൂർ. അപ്പോൾ ഈ അഡോളസൻസ് എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് വന്നേക്കുന്നത്? അത് ലാറ്റിൻ പദമായ അഡോളിസർ നിന്നാണ് കേട്ടോ. അതിൻ്റെ മീനിങ് എന്താണ്? ടു ഗ്രോ അല്ലെങ്കിൽ ടു മെച്യൂർ എന്നാണ് ഈ ഒരു വാക്ക്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ദ ടേം അഡോളസൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ് എന്ന് നമുക്ക് PYQ ചോദിച്ചിട്ടുണ്ട്. സോ ലാറ്റിൻ വേർഡ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അതിൻ്റെ മീനിങ് എന്താണ്? ടു ഗ്രോ ടു മെച്യൂർ എന്നൊക്കെയാണ് മീനിങ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. അപ്പോൾ നമുക്കറിയാം ഈ അഡോൾസൻസ് എന്ന് പറയുന്ന സ്റ്റേജ് അത് ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ് ആണ്. ദെൻ ദേ ആർ നോ ലോങ്ങർ ചിൽഡ്രൻ ഇറ്റ് നോട്ട് എൽസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു അഡോൾസൻസ് കാര്യം നമ്മൾ കുട്ടികളായിട്ടും കരുതാറില്ല, അതേസമയം ഒരു അഡൾട്ടായിട്ടും നമ്മൾ നോക്കാറില്ല അല്ല. സോ ദേ ആർ നോ ലോങ്ങർ ചിൽഡ്രൻ ഇറ്റ് നോട്ട് അഡൾട്ട്സ്. അപ്പോൾ സംടൈംസ് നമ്മൾ തന്നെ പറയാറുണ്ട് ചില സമയത്ത് മേ ബി നമ്മുടെ സിറ്റുവേഷനെ ബേസ് ചെയ്ത് നമ്മൾ തോന്നി ഒരു കുട്ടിയല്ല നീ ഒന്നും ഇടപെടണ്ടെന്നും പറയും. അതേസമയം ഇത്ര ചെറിയ കുട്ടിയൊന്നും തന്നെ വലിയ കുട്ടിയാണ് കേട്ടോ, അപ്പോൾ നീ ആ ഒരു രീതിക്ക് പെരുമാറും എന്നൊക്കെ നമ്മൾ പറയണം. സോ അവർക്ക് തന്നെ അല്ല, നമുക്കും കൺഫ്യൂഷൻ അവർക്കും കൺഫ്യൂഷൻ എന്ന രീതിയിലാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവർ കുട്ടിയായിട്ടും അല്ല ഒരു അഡൾട്ടായിട്ടും രണ്ടും കെട്ട ഒരു രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ദേ ആർ നോ ലോങ്ങർ ചിൽഡ്രൻ നോട്ട് അഡൾട്ട്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത്, സിഗ്നിഫിക്കൻറ്റ് ഫിസിക്കൽ, ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികളിൽ നല്ല രീതിയിലുള്ള ഫിസിക്കൽ ഗ്രോത്ത് കാണാറ്. നമ്മൾ ഇൻഫാൻസി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലുള്ള ഫിസിക്കൽ ഗ്രോത്ത് എല്ലാം കാണുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ അഡോൾസൻസ് പീരീഡിലാണ്. ദെൻ ഇമോഷണൽ പരമായിട്ടും സൈക്കോളജിക്കൽ പരമായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഒരു കുട്ടിയായിട്ടും കൺസിഡർ ചെയ്യുന്നില്ല, അഡൾട്ടായിട്ടും കൺസിഡർ. സോ ആ രീതിയിലുള്ള അവർക്ക് ആ ഒരു സൈക്കോളജിക്കലി അവർക്കും ആ സംഭവത്ത് ആ ഒരു സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അതെല്ലാമാണ് നമ്മൾ ഈ അഡോൾസൻറ്റ് സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് രൂപത്തിൽ നമുക്ക് എക്സാമിൽ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ആൾക്കാരെ പേര് പഠിച്ചു വെക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേരുകളാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഹാൾ കോൾസ് ദിസ് ദ പീരീഡ് ഓഫ് ഗ്രേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. അപ്പോൾ സ്റ്റാൻലി ഹാൾ ഈ ഒരു പീരീഡിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ദ പീരീഡ് ഓഫ് സ്ട്രെസ്സും സ്ട്രൈനും സ്റ്റോമും സ്ട്രൈഫും എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിച്ചത്. ഈ ഒരു ഡെഫിനേഷൻ എക്സാമിന് PYQ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഹൂ ഈസ് കൺസിഡർഡ് ആസ് ദി പയനിയർ ഇൻ ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് അഡോൾസൻസ്. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് അഡോൾസൻസിനെ പയനിയർ ആയിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? സ്റ്റാൻലി ഹാളിനെയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ് കേട്ടോ. സോ സ്റ്റാൻലി ഹാൾ എന്ന് പറയുന്നവരുടെ പേര് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുക. ദെൻ ഡെഫിനിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കണം കേട്ടോ. ദെൻ ഹോളിംഗ്വർത്തിൻ്റെ ഡെഫിനിഷനാണ് ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി. ഇതും PYQ ആണ് കേട്ടോ. അപ്പോൾ ഹോളിംഗ്വർത്ത് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ ഡിഫൈൻ ചെയ്ത് ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഹോളിംഗ്വർത്ത് ആണ് കേട്ടോ. അപ്പോൾ ആ ഡെഫിനിഷൻസ് മാറിപ്പോകാതിരിക്കും ഒറ്റ കാര്യം ഓർത്താൽ മതി. സ്റ്റാൻലി ഹാൾ S ആണ് അല്ലേ. അപ്പോൾ സ്ട്രെസ്സും സ്ട്രൈനും സ്റ്റോമും സ്ട്രൈനും ഒരു 4 S-ഉമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ ആൾ സ്റ്റാൻലി ഹാൾ എന്ന് ഓർക്കുക. ദെൻ ഹോളിംഗ്വർത്ത് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ടെമ്പററി ഇൻസാനിറ്റി. മിക്കവാറും ഈ രണ്ട് ഡെഫിനിഷൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച് കാണുന്നത് കേട്ടോ. സോ സ്റ്റാൻലി ഹാൾ ആണ് ദ പയനിയർ ഇൻ ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് അഡോൾസൻസ് എന്നറിയപ്പെടുന്നത് സ്റ്റാൻലി ഹാൾ ആണ്. ദെൻ സ്റ്റാൻലി ഹാൾ പറഞ്ഞത് സ്ട്രെസ്സും സ്ട്രൈനും സ്റ്റോമും സ്ട്രെസ്സും 4 S എന്ന് കണക്ട് ചെയ്താൽ മതി. സ്റ്റാൻലി ഹാൾ 4 S-ആയി കണക്ട് ചെയ്യുക. ഹോളിംഗ്വർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പററി ഇൻസാനിറ്റി എന്ന് ഡിഫൈൻ ചെയ്തത് ഹോളിംഗ്വർത്ത് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി കുറച്ച് ഈ സ്റ്റോമും സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്ന കുറച്ച് പോയിന്റ്സ് നോക്കാം. കോൺഫ്ലിക്റ്റ് വിത്ത് പാരൻസ്. അഡോൾസൻസ് tend to rebel against authority figures as they seek greater independence and autonomy. ഇപ്പോൾ ഈ അഡോൾസൻസ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അവർക്ക് കൂടുതൽ ഇൻഡിപെൻഡൻസ് അവർ ആഗ്രഹിക്കുന്നവരാണ്. ഒട്ടോണമി ഒറ്റയ്ക്ക് ചെയ്യാനും സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ കേപ്പബിൾ ആണ് എന്ന് പറഞ്ഞ് ഒരുപാട് ഗ്രേറ്റർ ഇൻഡിപെൻഡൻസ് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എന്താവും? പാരൻസുമായിട്ടും കോൺഫ്ലിക്റ്റ് ഷുവറാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പാരൻസ് വരും അങ്ങനെ പോകരുത്, അങ്ങനെ ചെയ്യരുത്, എനിക്കെല്ലാം അറിയാം എന്ന രീതിയിൽ എന്ത് ചെയ്യും? ആ പാരൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതായത് നമ്മുടെ പാരൻസും കുട്ടികളും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവം. അത് വലിയൊരു ഇഷ്യൂ ഒന്നും അല്ല, ഇറ്റ്സ് നോർമലാണ് അല്ലേ. സോ കോൺഫ്ലിക്റ്റ് വിത്ത് പാരൻസ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ മൂഡ് ഡിസ്ട്രപ്ഷൻ, ഹോർമോണൽ ചേഞ്ചസ് ആൻഡ് ദ സൈക്കോളജിക്കൽ സ്ട്രെസ് ഓഫ് അഡോൾസൻസ് ക്യാൻ കോസ് അൺകൺട്രോളബിൾ ഷിഫ്റ്റ്സ് ഇൻ ഇമോഷൻസ്. അപ്പോൾ ഈ ഒരു സമയത്ത് കാണുന്ന മറ്റൊരു സംഭവമാണ് മൂഡ് ഡിസ്ട്രപ്ഷൻ. നമ്മുടെ മൂഡ് സ്വിങ്സ് എന്ന് പറയാറില്ല. നമുക്കറിയാം ഹോർമോണൽ ചേഞ്ചസ് അവർ
അവരുടെ നമ്മൾ ഫിസിക്കലി ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊരു സമയമാണ്. സോ ഡ്യൂ ടു ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് അവരിൽ എന്താണ് സൈക്കോളജിക്കൽ സ്ട്രെസ്സും അതുപോലെ തന്നെ ഈ അഡോളസൻസ് ഏജിൽ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ സ്ട്രെസ്സും കാരണം ഇവർക്ക് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസ്ട്രപ്ഷൻസ് കാണാൻ സാധിക്കും. ദെൻ അവർ ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ ഒരു സ്റ്റേബിൾ ആയിരിക്കത്തില്ല. അവർക്ക് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഹാപ്പി ആണെങ്കിൽ അങ്ങേയറ്റം ഹാപ്പി ആയിരിക്കും, ദേഷ്യമാണെങ്കിലോ അതുപോലെ തന്നെ കേട്ടോ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. സോ ആ ഒരു ടൈപ്പ് നമ്മൾ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ആ ഒരു ടൈപ്പ് ക്യാരക്ടർ കാഴ്ചവെക്കുന്ന ഒരു സമയമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. റിസ്കി ബിഹേവിയർ, എന്തും ചെയ്യാൻ റെഡി ആയിരിക്കും ആളുകൾ അല്ലേ. സോ ദ കോമ്പിനേഷൻ ഓഫ് എ ന്യൂറോളജിക്കൽ നീഡ് ഫോർ സ്റ്റിമുലേഷൻ ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി ലീഡ്സ് ടു ഇൻക്രീസ്ഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഡ്യൂറിംഗ് അഡോളസൻസ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർക്ക് നമുക്കറിയാം അത്യാവശ്യം നല്ല റാപ്പിഡായിട്ടുള്ള ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ ഉള്ള സമയം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തും ചെയ്യാൻ ഫിസിക്കലിയും എന്തായിരിക്കും ആൾക്കാർ ഉഷാറായിരിക്കും, അതേസമയം അവർക്ക് ഇമോഷണലായി എന്തായാലും നല്ല മെച്യൂരിറ്റി നമുക്ക് കാഴ്ചവെക്കാൻ മെച്യൂർ ആയിരിക്കില്ല. സോ ഇമോഷണലായിട്ട് ഇമ്മെച്യൂർഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാരണത്താൽ തന്നെ നമുക്കറിയാം കോൺഫ്ലിക്റ്റ് വിത്ത് പാരൻസ് ഇതെല്ലാം കൊണ്ടും അവർക്ക് എന്തും ചെയ്യാൻ അല്ല റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എല്ലാം കാണപ്പെടുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ അഡോളസൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ല. അപ്പോൾ കോൺഫ്ലിക്റ്റ് വിത്ത് പാരൻസ് ഉണ്ടാവും, മൂഡ് ഡിസ്ട്രപ്ഷൻ ഉണ്ടാവും, റിസ്കി ബിഹേവിയർ ഏറ്റവും കൂടുതൽ കാഴ്ചവെക്കുന്നുണ്ട് അഡോളസൻസുകാരാണ് അല്ലേ. കുറച്ചും കൂടി മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഇതിങ്ങനെ ചെയ്ത ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇതാണെന്ന്. പക്ഷേ ഇവർ ഈ ഒരു സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. സോ എന്തും ചെയ്യാൻ റെഡിയാണ് അല്ലേ. അതാണ് റിസ്കി ബിഹേവിയർ അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സ്റ്റോം ആൻഡ് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാൻലി ഹോൾ പറയുന്ന ഈ 3 കാര്യങ്ങൾ. അപ്പോൾ എക്സ്ട്രാ ഇൻഫർമേഷൻ ഇതിൽ ഓർത്ത് വെച്ചേക്കാം. ദെൻ നമ്മൾ കോമൺ ആയിട്ട് അഡോളസൻസ് ആറ് ബിഹേവിയർ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അഡോളസൻസ് ആറ് ബിഹേവിയർ അല്ലാത്ത രീതി എനിക്ക് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ്. സോ കോമൺ നമുക്കറിയാവുന്ന സംഭവം തന്നെ നമ്മുടെ അഡോളസൻസ് ഒക്കെ നമ്മളൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വന്നവരാണ്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ നമ്മുടെ വീട്ടിലുമൊക്കെ ഈ ഒരു ഏജിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. സോ അതുമായിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂഡ് സ്വിങ്സ് വരാറുണ്ട് അല്ലേ. ദെൻ അട്രാക്ട് ടുവേർഡ്സ് ഓപ്പോസിറ്റ് സെക്ടർ അട്രാക്ഷൻ, അതും ഇൻഫാക്ച്വേഷൻ ദാറ്റ് ഈസ് കോമൺ ആണ് അല്ലേ. ദെൻ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ അവർക്ക് ഞാൻ പറഞ്ഞു അവർക്കൊരു ഇമോഷണലി അവർക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ അവർക്ക് കുറവായിരിക്കും അല്ലേ. സോ അതുകൊണ്ട് തന്നെ അഗ്രസീവ് സംടൈംസ് എന്താണ് ദേഷ്യപ്പെടുന്ന ഭയങ്കര അങ്ങേയറ്റവും ആ ഒരു രീതിയിലായിരിക്കും. സോ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ആർഗ്യൂയിങ് അല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ആർഗ്യൂ ചെയ്യും, അങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്തെങ്കിലും രീതിയിൽ ആർഗ്യൂ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അവർക്ക് കാണാൻ സാധിക്കും. ദെൻ ചേഞ്ചിങ് വൺസ് അപ്പിയറൻസ്, അപ്പോൾ അവരോട് തന്നെ ഭയങ്കര ശ്രദ്ധയായിരിക്കും. അതിന് അവർ അപ്പിയറൻസ് നമ്മുടെ അഡോളസൻസുകാരെ നമ്മൾ ആ ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞാൽ ആ ഒരു 2-3 വർഷം അല്ലെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ പീരീഡിൽ ഒരുപാട് അവർ അപ്പിയറൻസിൽ നമുക്ക് മാറ്റം കാണാറുണ്ട് അല്ലേ. സോ അതും കോമൺ ആണ്. ദെൻ വറിയിങ് അബൌട്ട് ഫിസിക്കൽ അപ്പിയറൻസ്, അപ്പോൾ അവർ ഫിസിക്കലി ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. നമുക്ക് പറയാം അവർക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് കോൺഷ്യസിനെക്കാളും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. എന്തെങ്കിലും പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും, അങ്ങനെ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് അഡോളസൻസുകാരിൽ കാണുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് അല്ലേ. ദെൻ വാണ്ട്സ് ടു ബി മോർ ഇൻഡിപെൻഡൻറ്റ്, അവരെന്താണ് കുറച്ചും കൂടി ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ദെൻ റെബല്ലസ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു, റെബല്ലസ് ആറ്റിറ്റ്യൂഡ് അവർക്ക് കാണാൻ സാധിക്കും. ദെൻ ഡിക്രീസ്ഡ് കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി ഡിക്രീസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിച്ച് നമ്മുടെ പാരൻസുമായിട്ടൊക്കെയാണ് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ലാഗ് വരുന്നത്. പക്ഷേ ഇവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർ പിയർ ഗ്രൂപ്പിനോടായിരിക്കും. അപ്പോൾ അവർ സെയിം ഏജുള്ള കാറ്റഗറിക്കാരോടാണ് കൂടുതൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമുക്കിത് കോമണായി നമ്മുടെ വീട്ടിലെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അവർക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അതേസമയം കൂട്ടുകാരൊപ്പം പോവുകയാണെങ്കിൽ ഭയങ്കര ഉഷാറായിട്ട് അല്ലേ ഓടിപ്പൊക്കോളും അല്ലേ. സോ അതാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അവർ നമ്മുടെ എന്താണ് പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കുറച്ചൊരു കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ അതേസമയം എന്തായിരിക്കും പിയർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. ആൻഡ് റിഫ്യൂസസ് ടു ഡു ചോറസ്, ദാറ്റ് മീൻസ് ഇവിടെ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ പറയാൻ ഒന്നും ചെയ്യത്തില്ല, അതേസമയം പുറത്തത്തെ കാര്യം എന്തെങ്കിലുമാണ് ഉഷാറായി പോയി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് കോമൺ ആയിട്ട് നാച്ചുറലായിട്ട് ഇത് വലിയൊരു പ്രോബ്ലം അല്ല, പക്ഷേ നാച്ചുറലി കാണുന്ന ഒരു നോർമലായിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അതാണ് അഡോളസൻസ് ബിഹേവിയറുടെ കോമൺ ആയിട്ട് വരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പറയാം സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ, അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ മാറ്റം വരാറുണ്ട്, മോറൽ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്, നമ്മൾ പറഞ്ഞ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ എല്ലാം തന്നെ ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദ ഫോളോയിങ് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് അഡോളസൻസ് പീരിയഡ്. നമ്മൾ പറഞ്ഞ ഈ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ബയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൺസെറ്റ് ഓഫ് പ്യൂബേർട്ടി അല്ല, പ്യൂബേർട്ടിയുടെ ഭാഗമായിട്ട് ഒരുപാട് ബയോളജിക്കൽ ചേഞ്ചസ് ബോയ്സിലാണെങ്കിൽ
പ്യൂബിക് ആൻഡ് ഫേഷ്യൽ റീജിയൻസിലെല്ലാം ഹെയർസ് വരുന്നത്, ദെൻ ലാറിങ്സിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും, നമ്മുടെ ആഡംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ്, അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ പറയാം കേട്ടോ. ദെൻ വോയിസിലുണ്ടാകുന്ന ചേഞ്ചസ്, വോയിസ് ബ്രേക്ക്, അവർ മസ്കുലാർ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി നല്ല ഒരു മസ്കുലാർ ഡെവലപ്മെൻറ്റ് എല്ലാം കാണുന്ന സമയമാണ്. ദെൻ ഗേൾസിലാകുമ്പോൾ നമുക്കറിയാം മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡാണ്. ദെൻ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റും ഹിപ്സ് വൈഡനിങ് ആവുക, ദെൻ മോർ ഫാറ്റ് അണ്ടർ സ്കിൻസിലുള്ള ഫാറ്റ് അടഞ്ഞുകൂടുക, ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഡ്യൂറിങ് പ്യൂബർട്ടിയിൽ വരുന്ന ബയോളജിക്കൽ ചേഞ്ചസ് ആണ്. സോ ഇതെല്ലാം കൊണ്ട് നമുക്ക് കുട്ടികളിൽ പല മാറ്റങ്ങളും വരാറുണ്ട് അല്ലേ. ദെൻ കൊഗ്നിറ്റീവ് പരമായിട്ടുള്ള ചേഞ്ചസ് ഇത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ്ഡ് കൊഗ്നിറ്റീവ് എബിലിറ്റീസ് എല്ലാം വരുന്ന ഒരു സമയമാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ ഇമോഷണൽ ചേഞ്ചസ്, അതുകൊണ്ട് നമ്മുടെ പിയാഷയുടെ തിയറി പ്രകാരം നമ്മൾ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്നും ചോദിക്കുന്നതാണ്. അപ്പോൾ അഡോളസൻസുകാർ ആ ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി പ്രകാരം ഏത് സ്റ്റേജിലാണ് എന്ന് പറയുമ്പോൾ എടുത്ത് പഠിച്ചു വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് തന്നെയാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് കേട്ടോ. ദെൻ ഇമോഷണൽ ചേഞ്ചസ് നമുക്കറിയാം സെൽഫ് ഇമേജ്, അപ്പോൾ അവർക്കൊരു സെൽഫ് ഇമേജ് ഉണ്ടാവും അല്ലേ. അപ്പോൾ താൻ എന്നും തൻ്റെ കാര്യം കുറച്ച് നോക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു രീതിക്കുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, സെൽഫ് ഇമേജ് ഉണ്ടാവും. ദെൻ ഇൻറ്റിമസി, റിലേഷൻ വിത്ത് അഡൾട്ട്സ് ആൻഡ് പിയർ ഗ്രൂപ്പ്സ്, മുമ്പ് പറഞ്ഞ പോലെ തന്നെ അഡൾട്ട്സുമായിട്ടും പിയർ ഗ്രൂപ്പ്സുമായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് റിലേഷൻഷിപ്പ് കാഴ്ചവെക്കുന്ന ഒരു സമയമാണ്. ദെൻ സോഷ്യൽ ചേഞ്ചസ്, ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് സോഷ്യൽ ഡെവലപ്മെൻറ്റ് വരും. കാരണം ഇവർ വീടിൽ നിന്ന് മാറി ഒരു പിയർ ഗ്രൂപ്പിലോട്ട് അല്ലെങ്കിൽ മറ്റു ആളുകളോട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ താനും ഈ ഒരു സൊസൈറ്റിയിൽ ഒരു മെമ്പറാണ്, സോ എനിക്കിവിടെ വലിയ റോളൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു കാഴ്ചവെക്കുന്ന ഒരു സമയമാണ്. സോ ട്രാൻസിഷൻ ഇൻ ടു ന്യൂ റോൾസ് ഇൻ ദ സൊസൈറ്റി എന്നൊക്കെ നമുക്ക് പറയാം, സോഷ്യൽ ചേഞ്ചസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഈ അഡോളസൻസുകാരിൽ വരുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ മെയിൽസിലും ഫീമെയിൽസിലും വരുന്ന, ഗേൾസിലും ബോയ്സിലും വരുന്ന സംഭവം പഠിച്ചു വെച്ചേക്കണം. എക്സാമിന് പ്രീവിയസ് ആയിട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ അത് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന സമയത്തൊക്കെ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ കാണാറുണ്ട്, വൃത്തിയായി പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നോക്കാം, അത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ മെയിൽസ്, കുട്ടികൾ നമ്മുടെ ആൺകുട്ടികൾ കാണുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം ജസ്റ്റ് ഒരിക്കൽ വായിച്ചാൽ മതി. ഹെയർ ഗ്രോത്ത് ഓൺ ഫേസ് ആൻഡ് ബോഡി ഹെയർസ്, നമുക്കറിയാം ഫേസിലും ബോഡി ഹെയർസിലും ഹെയർ ഗ്രോത്ത് കാണാറുണ്ട്. എൻലാർജ്മെൻറ്റ് ഓഫ് ലാറിങ്സ്, അതിന് ആഡംസ് ആപ്പിൾ എന്ന് പറയും. ആൻഡ് ഡീപ്പനിങ് ഓഫ് വോയിസ് കുറച്ചും കൂടി ഡീപ്പനിങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അഡോളസൻസ് ആ ഒരു ഏജ് ആകുമ്പോഴേക്കും. അപ്പോൾ ഈ എൻലാർജ്മെൻറ്റ് ഓഫ് ലാറിങ്സ് അല്ലെങ്കിൽ ആഡംസ് ആപ്പിൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഈ അഡോളസൻസുകാർ കുട്ടികളുടെ ആ തൊണ്ടേൻ്റെ അവിടെ നമ്മളൊരു ആഡംസ്, ഒരു മുഴ പോലെ എന്തൊക്കെ നമ്മൾ സാധാരണ നല്ല സിമ്പിളായിട്ട് പറയാറുണ്ട്, ഒരു ബൾജിങ് അല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ആഡംസ് ആപ്പിൾ എന്ന് പറയുക. അതിന് എൻലാർജ്മെൻറ്റ് ഓഫ് ലാറിങ്സ് ആണ്, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചില കുട്ടികൾ നമുക്കിത് കാണാൻ സാധിക്കും, കറക്റ്റായിട്ട് നമുക്കത് പ്രൊജക്റ്റ് ചെയ്ത് ചില കുട്ടികൾ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആഡംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഓപ്ഷൻസ് ആയിട്ടും തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ചോദിക്കാറൊക്കെ ചാൻസ് വളരെ ഒത്തിരി അങ്ങനെ ചോദിച്ചിട്ടുമുണ്ടോ. സോ ഇതൊന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ദെൻ ഹെവിയർ സ്കൾ ആൻഡ് ബോൺ സ്ട്രക്ചർ, അവർ ബോൺ സ്ട്രക്ചർ അവർ ഹെവി സ്കൾസും ബോൺസൊക്കെ ഒന്നും കൂടി നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന സമയമാണ്. സോ ഹെവിയർ ആയിരിക്കും. ദെൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ് നല്ല രീതിയിലുള്ള ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഗേൾസിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് നോക്കാം. എൻലാർജ്മെൻറ്റ് ഓഫ് മാമറി ഗ്ലാൻസിൻ്റെ എൻലാർജ്മെൻറ്റ്സ് കാണും. ദെൻ നാരോയിങ് ഓഫ് ഷോൾഡേഴ്സ് നേരോ ആവുക. ദെൻ ഹിപ്സ് വൈഡനിങ് ആവുക. അവർ വോയിസിന് കുറച്ചും കൂടി ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള വോയിസ് ആയിരിക്കും ഉണ്ടാവുക അഡോളസൻസ് ആ ഒരു സമയത്ത് പെൺകുട്ടികളുടെ. ദെൻ ഗ്രോത്ത് ഓഫ് പ്യൂബിക് ഹെയർസ്. ദെൻ ബോഡി ഫാറ്റ് ഇൻക്രീസസ്. ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഫീമെയിൽസിൽ കാണാം അല്ലെങ്കിൽ ഗേൾസിൽ കാണാൻ പറ്റും. സോ ഇത് നമുക്ക് എക്സാമിൽ ഇങ്ങനെ മിക്സ്ഡ് ആക്കി തരും. എന്നിട്ട് താഴ്ത്തുന്നതിൽ ഗേൾസിൽ അല്ലാത്ത ഏത്, ബോയ്സിൽ അല്ല ഫീമെയിൽസ് ഗേൾസ് അങ്ങനെ അല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാറുണ്ട്. സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, PYQയിൽ ചോദിച്ച സംഭവങ്ങളാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഇത് നോക്കൂ, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മൂഡ് സ്വിങ്സ് കോമൺ ആണ്. ദെൻ സെക്സ് റിലേറ്റഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് ലൈക്ക് ക്രഷസും ഇൻഫാക്ച്വേഷൻസ് ഓൾസോ ബിഗിൻ വിത്ത് സർഫസ് ഡ്യൂറിങ് ദ പീരീഡ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പീരീഡിലാണ് നമുക്ക് ഈ മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ സെക്സ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് അറിയാനുള്ള ആഗ്രഹം ടെൻഡൻസിയും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ക്രഷസ് ഇൻഫാക്ച്വേഷൻസ് എല്ലാം നമുക്ക് കോമൺലി കണ്ടുവരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു സമയത്ത് കുട്ടികളുടെ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അത് മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതേസമയം അവരും ഞാനും ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്, അപ്പോൾ ഞാനും ഒരു സമൂഹമാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു സമയമാണ് അല്ലേ. അഡോളസൻസ് അണ്ടർഗോ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സ് ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ സൊസൈറ്റിയെക്കുറിച്ച്
നല്ല രീതിയിൽ അവർ മനസ്സിലാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പീരീഡിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അവർക്ക് ആ സൊസൈറ്റി എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നൊരു സമയമാണ്. ദെൻ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അക്കോർഡിംഗ് ടു പിയാഷെ, അഡോളസൻസ് എൻ്റർ ദ സ്റ്റേജ് ഓഫ് ഫോർമൽ ഓപ്പറേഷണൽ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കഴിഞ്ഞ സർവീസ് ടീച്ചർ എക്സാമിനെല്ലാം നമ്മൾ എന്നും ഷോർട്ടായിട്ട് ചോദിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ആസ് പെർ പിയാഷെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി പ്രകാരം അഡോളസൻസ് എന്ന് പറയുന്നത്. ദ ഡെവലപ്പ് ദ കപ്പാസിറ്റി ടു തിങ്ക് ബോത്ത് ഇൻഡക്റ്റീവ്, അപ്പോൾ നമുക്ക് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് സ്കിൽസ് നല്ല രീതിയിൽ കാര്യങ്ങൾ നല്ല കുറച്ച് ഹൈ ലെവലിലൊക്കെ തിങ്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി വരുന്നൊരു സമയമാണ്. സോ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം വൃത്തിയായി ഓർത്ത് വെച്ചേക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അടുത്തത് അറിയേണ്ടത് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുടേതാണ് എന്ന് PVQ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഈസ് എ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ക്രിയേറ്റഡ് ബൈ എറിക്സൻ്റെ സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ് ഈ പറഞ്ഞ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എ ഫെയിലിയർ ടു എസ്റ്റാബ്ലിഷ് എ ക്ലിയർ സെൽഫ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ആൻഡ് ആങ്സൈറ്റി ഇൻ ദ ഇൻഡിവിജ്വൽ എസ്പെഷ്യലി ഇൻ അഡോളസൻസ് വിച്ച് ഈസ് കോൾഡ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു അഡോളസൻസ് പീരീഡിൽ കുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഫെയിലിയർ ആവുകയാണെങ്കിൽ എ ഫെയിലിയർ ടു എസ്റ്റാബ്ലിഷ് എ ക്ലിയർ സെൽഫ് ഐഡൻറ്റിറ്റി. അപ്പോൾ ക്ലിയർ സെൽഫ് ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഫെയിലിയർ ആവുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്തായിരിക്കും സംഭവിക്കുക, അവരിലൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി കാണാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ എന്ത് പറയും, അഡോളസൻസ് ആയ കാര്യമില്ല അല്ലേ. അങ്ങനെ ആവുന്ന സമയത്ത് അതിനെയാണ് ഇദ്ദേഹം എറിക്സൺ വിളിച്ചത് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞു. ഓക്കെ, എ ഫെയിലിയർ ടു എസ്റ്റാബ്ലിഷ് എ ക്ലിയർ സെൽഫ് ഐഡൻറ്റിറ്റി creates confusion and anxiety in the individual especially in adolescence which is called identity crisis. പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ആ ഒരു ടേം ചെയ്ത് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആരുമായി റിലേറ്റ് ചെയ്താണ്, എറിക്സനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്? ഈ അഡോളസൻസുകാർ അവരുടേതായിട്ടുള്ള ഒരു സെൽഫ് ക്ലിയർ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഫെയിലിയർ ആവുകയാണെങ്കിൽ തീർച്ചയായും അവരിൽ എന്തുണ്ടാവും, കൺഫ്യൂഷൻസും ആങ്സൈറ്റിയും ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ കഴിഞ്ഞ 2024-2025 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു സംഭവം ഒരു 2-3 ടേംസ് ചേർന്ന് കളിക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു മെയിൻ ബേസിക് ഐഡിയ ഇനി അങ്ങോട്ട് തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു റിവിഷനിൽ ബേസിക് മുതൽ അപ്ഡേറ്റഡ് കാര്യം വരെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. സോ നമ്മുടെ ഈ ഒരു എറിക്സൻ്റെ ഈ ഒരു സംഭവം നമ്മുടെ ജെയിംസ് മാർസിയ എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇദ്ദേഹം ഒരു തിയറി നമ്മുടെ അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാംസോ അതുപോലെ തന്നെ ബാക്കി നമ്മുടെ അപ്ഡേറ്റഡ് ക്ലാസ് കണ്ടവർക്ക് ഈ ഒരു പേര് ഫെമിലിയർ ആയിരിക്കും. അല്ലാതെ നമ്മുടെ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ ഈ ഒരു പേര് ചിലപ്പോൾ അത്ര അറിവുണ്ടാവില്ല. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ അഡോളസൻസ് സൈക്കോളജി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പേരാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഈ ജെയിംസ് മാർസി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ എറിക്സൻ്റെ ഒരു ഫോളോവർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറിയുമായിട്ടൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തിയറി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇഷ്ടപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക തിയറി കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ അടുത്തൊരു PVQ ക്വസ്റ്റ്യനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ്. അഡോളസൻസുകാർ എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി പ്രകാരം ഏത് സ്റ്റേജിലാണ് എന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതേതാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു പിയാഷെ ദേ ആർ ഇൻ അഡോളസൻസ് ആർ ഇൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു എറിക്സൻ്റെ അഭിപ്രായ പ്രകാരം ദേ ആർ ഇൻ എന്താണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. അതും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു PVQ ആണ്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഈ ഒരു സ്റ്റേജ് 5 ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ ജെയിംസ് മാർസി എന്ന് പറയുന്ന വ്യക്തി വരുന്നത്. സോ പറയാം, നമുക്ക് അതിൻ്റെ പോയിന്റ്സ് പറയാം. എറിക്സൺ പ്രപ്പോസ്ഡ് ദാറ്റ് ഡ്യൂറിങ് അഡോളസൻസ് ഇൻഡിവിജ്വൽസ് എക്സ്പ്ലോർ ദെയർ ഐഡൻറ്റിറ്റീസ് ട്രൈങ് ടു ഫൈൻഡ് ദെയർ പ്ലേസ് ഇൻ ദ വേൾഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ അഡോളസൻസ് സമയത്ത് എറിക്സൺ പറയുന്നത് എന്താണ്, അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. സോ ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് ദർ പ്ലേസ് ഇൻ ദ വേൾഡ്. അപ്പോൾ വേൾഡ് ഈ ലോകത്ത് അവരുടെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അവരൊരു പ്ലേസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ് നമ്മൾ പറഞ്ഞു. സോ മാർസിയ ബിൽറ്റ് അപ്പോൺ ദിസ് ഐഡിയ, ഈ ഒരു ഐഡിയയിൽ തൂങ്ങിപ്പിടിച്ചിട്ടാണ് ജെയിംസ് മാർസിയ വരുന്നത് കേട്ടോ. ക്രിയേറ്റിംഗ് ഹിസ് ഐഡൻറ്റിറ്റി സ്റ്റേറ്റസ് മോഡൽ ടു ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് വേസ് അഡോളസൻസ് ടു നേവിഗേറ്റ് ദിസ് പ്രോസസ്. സോ ഈ ഒരു ഐഡൻറ്റിറ്റി എക്സ്പ്ലോറേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതാണ് ഈ ജെയിംസ് മാർസിയ പിന്നീട് പഠിക്കുന്നത്. ഓക്കെ, സോ മാർസിയ ബിൽറ്റ് അപ്പോൺ ദിസ് ഐഡിയ ക്രിയേറ്റിംഗ് ഹിസ് ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്സ്. അങ്ങനെ ഇദ്ദേഹം ഒരു ഐഡൻറ്റിറ്റി എങ്ങനെയായിരിക്കും ഐഡൻറ്റിറ്റി എന്നുള്ള ഒരു മോഡൽ പറയുന്നത്, അതായത് കുറച്ച് ടേംസുകൾ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എറിക്സൻ്റെ ആ സ്റ്റേജിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനിലാണ്. ദെൻ എറിക്സൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ ജെയിംസ് മാർസിയൻ്റെ ഒരു എൻട്രി വരുന്നത്. അപ്പോൾ ജെയിംസ് മാർസിയ എങ്ങനെയാണ് ഈ ഒരു ഐഡൻറ്റിറ്റി എക്സ്പ്ലോറേഷൻ വരുന്നത്, എങ്ങനെയൊക്കെ ആവാം എന്നുള്ളതുള്ള സ്റ്റഡിയാണ് പറയുന്നത്. അങ്ങനെയാണ് ജെയിംസ് മാർസിയയുടെ പുതിയൊരു തിയറി വരുന്നത്, ജെയിംസ് മാർസിയാസ് അഡോളസൻസ് ഐഡൻറ്റിറ്റി തിയറി. ഓക്കെ ആണല്ലോ. അപ്പോൾ ജെയിംസ് മാർസിയയുടെ തിയറിയുടെ പേര് പഠിച്ചു വെച്ചാൽ അഡോളസൻസ് ഐഡൻറ്റിറ്റി തിയറി എന്ന് പറയുന്നത് ജെയിംസ് മാർസിയയുടെ ആണ് കേട്ടോ. സോ ജെയിംസ് മാർസിയ ബിൽറ്റ് അപ്പോൺ എറിക് എറിക്സൺ തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് ഫോക്കസിങ് ഓൺ ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഡ്യൂറിങ് അഡോളസൻസ്. അപ്പോൾ ഐഡൻറ്റിറ്റി ഫോർമേഷനെ കുറിച്ചൊക്കെ നമ്മൾ എറിക്സൺ പറഞ്ഞു. സോ അത് എങ്ങനെയായിരിക്കും ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ജെയിംസ് മാർസിയ പഠിക്കുകയാണ്. ഹി പ്രപ്പോസ്ഡ് 4 ഐഡൻറ്റിറ്റി സ്റ്റേറ്റസ്. അങ്ങനെയാണ് ഇദ്ദേഹം 4 ഐഡൻറ്റിറ്റി സ്റ്റേറ്റസ് അല്ലെങ്കിൽ 4 ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റസ് ആണ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പ്ലോർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആൻഡ് ഐഡിയോളജി. ഇവിടെ ഒരു അഡോളസൻസ് ഒരുപാട് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നു, ഒരുപാട് ഐഡിയോളജീസിലൂടെ കടന്നു പോകുന്നു. ദെൻ മെയ്ഡ് കമ്മിറ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ചോയ്സസ്. അപ്പോൾ തൻ്റെ പേഴ്സണൽ ചോയ്സസിനെ ബേസ് ചെയ്തിട്ട് കമ്മിറ്റഡ് ആവുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. എ സ്റ്റുഡൻറ്റ് ഹു ട്രൈസ് വേരിയസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡിസൈഡഡ് ടു പെർസ്യൂ എ പാഷൻ ആൻഡ് കമ്മിറ്റ്സ് ടു ഇറ്റ്. അപ്പോൾ ഒരു കുട്ടി വ്യത്യസ്തമായിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം ഇൻവോൾവ് ആവുന്നു. അതിലൂടെ കുട്ടിക്ക് തൻ്റെ പാഷൻ മനസ്സിലാക്കി അതിൽ കമ്മിറ്റഡ് ആവുന്നു. സോ അവിടെ എന്ത് ചെയ്തു, ഇവിടെ എക്സ്പ്ലോർ ചെയ്തു, ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം ബേസ്ഡ് ഓൺ ദ പേഴ്സണൽ ചോയ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പാഷനിൽ കമ്മിറ്റഡ് ആവുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അച്ചീവ് ചെയ്തു. അപ്പോൾ തൻ്റെ പേഴ്സണൽ ചോയ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലോറേഷൻ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റിലോട്ട് എത്തുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റസ് ആയിട്ട് പറഞ്ഞത്. ദാറ്റ് മീൻസ് അതിൽ പറയുന്നത് ഫസ്റ്റ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ. ഇനി ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ എന്താണെന്ന് നോക്കാം. അഡോപ്റ്റഡ് കമ്മിറ്റ്മെൻറ്റ്സ് വിത്തൗട്ട് എക്സ്പ്ലോറേഷൻ. അപ്പോൾ നമുക്കറിയാം ഈ അഡോൾസൻസ് പീരിയഡിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ ഐഡൻറ്റിറ്റി ഫോർക്ലോഷറിൽ വരുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലോറേഷൻ ചെയ്യാതെയാണ്. മേ ബി അത് എന്തായിരിക്കാം, നമ്മുടെ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇൻഫ്ലുവൻസിനെ ബേസ് ചെയ്തിട്ടോ ഒരു കമ്മിറ്റഡിൽ ആവുന്നതാണ് ഈ ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എ ടീനേജർ ഹു പെർസ്യൂസ് എ കരിയർ പാത്ത് ചൂസൺ ബൈ ദർ പാരൻസ് വിത്തൗട്ട് കൺസിഡറിങ് അതർ ഓപ്ഷൻസ്. അപ്പോൾ ഒരു ടീനേജർ അപ്പോൾ തൻ്റെ പാരൻസിൻ്റെ ഇഷ്ടപ്രകാരം ഒരു കരിയർ ചൂസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ആ കുട്ടി എന്ത് ചെയ്യുന്നില്ല, ആ കുട്ടിയുടെ ചോയ്സ് എന്താണെന്ന് കാര്യം എക്സ്പ്ലോർ ചെയ്യാതെയാണ്, വിത്തൗട്ട് എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ പാരൻസ് ആണ് അല്ലെങ്കിൽ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു കരിയർ ചൂസ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ ഒരു ചോയ്സും കാര്യങ്ങളൊന്നും വരുന്നത്. ദാറ്റ് മീൻസ് അവിടെ വിത്തൗട്ട് എക്സ്പ്ലോറേഷനാണ് അവിടെ വരുന്നത്. ഓക്കെ, അവിടെ ഒന്നില്ലെങ്കിൽ സൊസൈറ്റിയിലെ എക്സ്പെക്റ്റേഷൻസിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ഫാമിലി അങ്ങനെ ആ ഒരു രീതിക്കാണ് നമ്മൾ അതിന് എന്ത് പറയും, ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ എന്ന് പറയും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഐഡൻറ്റിറ്റി മൊറട്ടോറിയം ആണ്. ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് പറയുമ്പോൾ ആക്റ്റീവ്ലി എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. ഇവിടെ നല്ല എല്ലാ ഓപ്ഷൻസൊക്കെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഒരു കമ്മിറ്റഡ് ആവുന്നില്ല. ഹാസ് നോട്ട് മെയ്ഡ് കമ്മിറ്റ്മെൻറ്റ് ആവുന്നില്ല കേട്ടോ. സോ നോക്കുക, ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ക്ലബ്സ് ആൻഡ് ഹോബീസ് ടു ഫിഗർ ഔട്ട് ദർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ തൻ്റെ ഇൻട്രസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, കുറേ ക്ലബ്സിലും അല്ല കുറേ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. ആക്റ്റീവ്ലി എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് തൻ്റെ ടേസ്റ്റ് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്ത് തിന്നില്ല, കമ്മിറ്റഡ് ആവുന്നില്ല. അതാണ് എന്ത് പറയുന്നത്, ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല. അപ്പോൾ ആക്റ്റീവ്ലി എക്സ്പ്ലോറിംഗ് ആണ്, പക്ഷേ നോട്ട് എ കമ്മിറ്റഡ് എന്നാണെങ്കിൽ അത് ഐഡൻറ്റിറ്റി മൊറട്ടോറിയം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, ക്വസ്റ്റ്യൻസിൽ ഈ ഒരു രീതിക്കാണെങ്കിൽ അപ്പോൾ കമ്മിറ്റഡ് ആയില്ല എന്ന രീതിയിലാണ് ഐഡൻറ്റിറ്റി മൊറട്ടോറിയം. ഇതൊക്കെ പ്രീവിയസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ അച്ചീവ് ചെയ്തു എന്നിങ്ങനെ രീതിയിലാണെങ്കിൽ ഐഡൻറ്റിറ്റി അച്ചീവ്മെൻ്റ് ആയിരിക്കും. ദെൻ ഫോർക്ലോഷർ ആണ് വിത്തൗട്ട് എക്സ്പ്ലോറേഷൻ ആണെങ്കിൽ ഫോർക്ലോഷർ. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ, ആ പേര് പോലെ നമ്മൾ ഡിഫ്യൂഷൻ, നമ്മുടെ കൺഫ്യൂഷൻ എന്നൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക കേട്ടോ. ലാക്സ് എക്സ്പ്ലോറേഷൻ കമ്പനി, ഇവിടെ എക്സ്പ്ലോറേഷനും ഇല്ല കമ്മിറ്റ്മെൻറ്റും ഇല്ല കേട്ടോ. മേ ഫീൽ ഡിസ്കണക്റ്റഡ് ഓർ അൺസർട്ടൺ. അപ്പോൾ ഇവിടെ പക്ഷേ ഡിസ്കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന രീതിയിലാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതും സിമ്പിളായി മനസ്സിലാവും. എ യങ് പേഴ്സൺ ഹു ഡസ് നോട്ട് എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ഓർ എക്സ്പ്ലോർ കരിയർ ഓപ്ഷൻസ് ഫീൽ ലോസ്റ്റ് അബൌട്ട് ദെയർ ഫ്യൂച്ചർ. അപ്പോൾ ഒരു യങ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ടീനേജർ എന്ത് ചെയ്യുന്നില്ല, ഒരു ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവുന്നില്ല, അവരുടെ കരിയർ ഓപ്ഷൻസിനെ കുറിച്ചൊന്നും എക്സ്പ്ലോർ ആവുന്നില്ല. ദെൻ പറയാണ്, ഓ എൻ്റെ ഭാവി തുലഞ്ഞു എന്നിങ്ങനെ രീതിയിലാണ്. ദെൻ ഫീലിംഗ് ലോസ്റ്റ് അബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ പോയി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈമിൽ വി ഹാവ് ടു എക്സ്പ്ലോർ. കുട്ടികൾ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്യണം, അവരുടെ ചോയ്സ് കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും സ്റ്റേജിൽ പാരൻസിലൂടെ ഒക്കെ നമ്മൾ ആ കമ്മിറ്റഡ് ആണ്. സോ ഇതൊന്നും ചെയ്യാതെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, എക്സ്പ്ലോറേഷനും ഇല്ല. ആ ഒരു രീതിക്ക് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ, കൺഫ്യൂഷൻ എന്നൊക്കെ പറയല്ല. ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്താൽ മതി. പ്രത്യേകിച്ച് എന്തില്ല, എക്സ്പ്ലോറേഷനും ഇല്ല, കമ്മിറ്റ്മെൻറ്റും ഇല്ല. സോ
എൻ്റെ ഭാവി കഴിഞ്ഞു എന്തെങ്കിലും രീതിയിലുള്ള ഒരു തോട്ടാണ് കുട്ടിക്ക് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് അവിടെ ഐഡൻറ്റിറ്റി ഡിഫ്യൂഷനാണ് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? എ യങ് പേഴ്സൺ ഡസ് നോട്ട് എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ഓർ എക്സ്പ്ലോർ കരിയർ ഓപ്ഷൻസ്, ഫീൽ ലോസ്റ്റ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഇപ്പോൾ തൊലഞ്ഞു എന്ന രീതിയിലാണ് ഒരു ഫീലാണ്, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷനാണ്. അപ്പോൾ ഇത് 100% ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ക്യാപ്സ്യൂൾ രൂപം നോക്കാം. എക്സാമിന് ഈ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക, ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് ആൻസറിലോട്ട് എത്തുക കേട്ടോ. അപ്പോൾ അത്ര കൺഫ്യൂസ്ഡ് ആവാനുള്ള കാരണം എക്സാംസിലൂടെ പറഞ്ഞത് ഈസിയായി നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ അച്ചീവ് ചെയ്തു, ദാറ്റ് മീൻസ് എക്സ്പ്ലോർ ചെയ്ത് ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നു ആൻഡ് മെയ്ഡ് കമ്മിറ്റ്മെൻറ്റ്. ദെൻ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി അവർ കണ്ടെത്തിയെന്ന് വിചാരിക്കുക. ദെൻ ഐഡൻറ്റിറ്റി ഫോർ ക്ലോഷർ എന്ന് പറയുമ്പോൾ കമ്മിറ്റഡ് ആണ്, എങ്ങനെയല്ല? വിത്തൗട്ട് എക്സ്പ്ലോറേഷൻ. കമ്മിറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐഡൻറ്റിറ്റി ഫോർ ക്ലോഷർ എന്ന് പറയും. ഐഡൻറ്റിറ്റി മൊറട്ടോറിയം പറയുമ്പോൾ എക്സ്പ്ലോറിംഗ് ആണ്, ബട്ട് എന്തെല്ല കമ്മിറ്റഡ് ആയിട്ടില്ല. ബട്ട് നോ കമ്മിറ്റ്മെൻറ്റ് ആണെങ്കിൽ അവിടെ ഐഡൻറ്റിറ്റി മൊറട്ടോറിയം ആണ്. ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുമില്ല, എക്സ്പ്ലോറേഷനും ഇല്ല, നോ എക്സ്പ്ലോറേഷൻ, നോ കമ്മിറ്റ്മെൻറ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്, ഇത് പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിളിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി ഒരു പോയിന്റും കൂടി ശ്രദ്ധിക്കുക. മാർസിയാസ് വർക്ക്സ് എക്സ്പാൻഡഡ് എറിക്സൺ തിയറി. അപ്പോൾ എറിക്സൺ തിയറിയുടെ എക്സ്പാൻഷൻ നമ്മുടെ ജെയിംസ് മാർസിയുടെ വർക്ക് എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു 4 സ്റ്റാറ്റസസ് നോക്കൂ. ഐഡൻറ്റിഫൈങ് സ്പെസിഫിക് ഐഡൻറ്റിറ്റി സ്റ്റാറ്റസസ്. അപ്പോൾ ഈ ഒരു ഈ അച്ചീവ്മെൻറ്റ്, ഫോർക്ലോഷർ, മൊറട്ടോറിയം, ഡിഫ്യൂഷൻ, ഈ ഒരു 4 ഇദ്ദേഹം ഐഡൻറ്റിറ്റി സ്റ്റാറ്റസസ് എന്ന് വിളിച്ചത് കേട്ടോ. സോ അങ്ങനെ നമ്മുടെ എറിക്സൺ തിയറി ഒരു എക്സ്പാൻഡ് ചെയ്തിട്ട് ജെയിംസ് മാർസി എന്ത് ചെയ്തു? 4 സ്പെസിഫിക് ഐഡൻറ്റിറ്റി സ്റ്റാറ്റസസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ എംഫസിസ് ഇൻ ദ റോൾ ഓഫ് എക്സ്പ്ലോറേഷൻ കമ്മിറ്റ്മെൻറ്റ് ഇൻ ഐഡൻറ്റിറ്റി ഫോർമേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരാണ് റോൾ ഓഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഇൻ ഐഡൻറ്റിറ്റി ഫോർമേഷൻ കൊണ്ടുവന്ന ആ ഒരു വ്യക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് ആരെന്നെയാണ്? നമ്മുടെ ജെയിംസ് മാർസിയാണ്. അപ്പോൾ ഹു എംഫസിസ് ദ റോൾ ഓഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഇൻ ഐഡൻറ്റിറ്റി ഫോർമേഷൻ എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജെയിംസ് മാർസിയാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ജെയിംസ് മാർസിയാണ് റോൾ ഓഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഇൻ ഐഡൻറ്റിറ്റി ഫോർമേഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത് 4 ഐഡൻറ്റിറ്റി സ്റ്റാറ്റസ് കൊണ്ടുവന്നത്. അത് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഐഡൻറ്റിറ്റി അച്ചീവ്മെൻ്റ് ആണ്, ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ ഉണ്ട്, ഐഡൻറ്റിറ്റി മൊറട്ടോറിയം ഉണ്ട്, ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ, കാര്യം നമുക്ക് സമയമില്ല, കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ LP UP ക്ലാസ്സസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ട് പുതിയ ക്ലാസ്സസ് എല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അടുത്ത് നോക്കാം. അടുത്ത് നമ്മുടെ പ്യൂബർട്ടൽ ചേഞ്ചസ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അടുത്ത് നമ്മൾ കോമൺ ആയി ചോദിക്കുന്ന ടോപ്പിക്കാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഏജിൽ കാണുന്ന ഒബീസിറ്റി അല്ലേ, പൊണ്ണത്തടി, ബുലിമിയ നെർവോസ, അനോറക്സിയ നെർവോസ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ കാണുന്ന ഒരു പ്യൂബർട്ടിക്കൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരുന്ന അല്ലെങ്കിൽ അവർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് ഈ പറഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. എക്സാമിൽ ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഡയറക്റ്റായി ഡെഫിനിഷൻസ് എല്ലാം ചോദിച്ചു വരുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ സെൽഫ് സ്റ്റാർവേഷൻ. അപ്പോൾ നമുക്കറിയാം അഡോളസൻസ് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും, അപ്പോൾ തടി കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കുന്ന പിള്ളേർ കാറ്റഗറി പിള്ളേരും ഉണ്ടാകും. സോ ആ ഒരു ടൈപ്പാണ് ഈ അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത്. ഈ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്, സെൽഫ് സ്റ്റാർവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ അനോറക്സിയ നെർവോസ എന്ന് പറയും. ക്ലിയർ ആലോ? അടുത്ത ബുലീമിയ നെർവോസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റിംഗ് ഡിസോർഡർ in which a person regularly eats huge quantities of food and then purges the body by laxative induced vomiting, fasting or excessive exercise. അപ്പോൾ ബുലിമിയ നെർവോസ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഡോളസൻസുകാർ എന്ത് ചെയ്യും? ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ഫുഡാണ് അടിച്ചങ്ങോട്ട് കയറ്റും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ഇൻടേക്ക് ചെയ്യും. ദെൻ അതിനുശേഷം എന്താണ്? അയ്യോ ഞാൻ ഇത്രയൊക്കെ കഴിച്ചു പോയോ, എൻ്റെ കാലറി കൂടുമോ എന്നൊക്കെ ചിന്തിച്ച് എന്ത് ചെയ്യാണ്? എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് പുറത്താക്കാൻ ശ്രമിക്കുക. ദെൻ പേർജസ് ബോഡി ബൈ എന്തെങ്കിലും ലാക്സേറ്റീവ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡ്യൂസ് ചെയ്യുക, നമ്മൾ ഛർദ്ദിപ്പിക്കുക എന്നൊക്കെ പറയാം, വൊമിറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെ പുറത്ത് കളയുക. ദാറ്റ് മീൻസ് അതെല്ലാം കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. പക്ഷേ അതേസമയം കഴിച്ചു കഴിഞ്ഞാൽ എന്താകും? അത് ഇൻഡ്യൂസിങ് വൊമിറ്റിംഗ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫാസ്റ്റിംഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഒട്ടുക്കത്തെ ഒരു എക്സസൈസ് രീതിക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് എന്താവുക? ആ ഒരു കാലറീസ് കുറയ്ക്കാൻ നോക്കുന്ന ആ ഒരു ഡിസോർഡർ നമ്മൾ എന്ത് പറയാം? ബുലിമിയ നെർവോസ എന്ന് പറയാം. ഓക്കെയാണ്? അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡർ ഇൻ വിച്ച് എ പേഴ്സൺ റെഗുലർലി ഈറ്റ്സ് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. ആൻഡ് ദെൻ പേർജസ് ബൈ ലാക്സേറ്റീവ്സ്, ഏതെങ്കിലും രീതിയിൽ പുറത്ത് തള്ളിക്കുക. ലാക്സേറ്റീവ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വൊമിറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിലൂടെ എക്സസീവ് എക്സസൈസസിലൂടെ ഒക്കെ ആണെങ്കിൽ നമ്മളതിന് എന്ത് പറയാം? ബുലിമിയ നെർവോസ എന്ന് പറയാം.
ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ. ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ എ റിക്കറൻറ്റ് ഈറ്റിംഗ് ബിഞ്ചസ് വിത്തൗട്ട് വോമിറ്റിംഗ്. അപ്പോൾ റിക്കറൻ്റ് ആയിട്ട്, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൺസ്യൂം ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് ആൻഡ് ഫീൽ അൺഎബിൾ ടു സ്റ്റോപ്പ്. അപ്പോൾ നമുക്കറിയാം ഒത്തിരി ഹോർമോണൽ ചേഞ്ചസും അവർ നല്ല രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഗ്രോത്ത് എല്ലാം കാഴ്ചവെക്കുന്ന ഒരു സമയമാണ് അഡോളസൻസ്. അതേസമയം ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് എല്ലാം വരാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ചില കുട്ടി നന്നായിട്ട് കഴിക്കുന്നവരുണ്ടാവും, ചിലവർക്ക് എന്താ കഴിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില കാറ്റഗറി ഉണ്ടാവും. സോ ആ ഒരു ടൈപ്പാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ ഇത്രയേ ഉള്ളൂ. കൺസ്യൂം ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ്, നല്ല രീതിയിൽ ഫുഡ് കഴിക്കും, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ആ ഒരു ഫുഡ് ഈറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഫീൽ അണേബിൾ ടു സ്റ്റോപ്പ് ഈറ്റിംഗ്. അപ്പോൾ ഇവിടെ വോമിറ്റിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല, നമ്മൾ ഫുഡ് കഴിക്കുന്നു, പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഇവിടെ എന്താ ബുലിമിയ നെർവോസയിൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, കഴിച്ചതിനെ പുറത്താക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ആ രീതിക്ക് വരുന്നില്ല. കൺസ്യൂം ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ്, നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുന്നു, നല്ല അടിച്ചങ്ങോട്ട് വിടുന്നു, ദെൻ ഫീൽ അനേബിൾ ടു സ്റ്റോപ്പ്. അവർക്ക് അത് കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, നമ്മളതിന് എന്ത് പറയും, ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈറ്റിംഗ് ഡിസോർഡറിൽ മെയിനായിട്ട് ചോദിക്കുന്നത്. ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് പൈക്ക എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് സ്റ്റഡീസിൽ കണ്ടെത്തിയതാണ് ഈ പൈക്ക എന്ന് പറയുന്നത്. നമ്മുടെ അഡോളസൻസ് നമ്മുടെ ആ ഭാഗത്ത്, നമ്മുടെ ഒരു സൈഡ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല, എന്നാലും നമ്മുടെ ചില സ്ഥലത്തൊക്കെ കാണാൻ പറ്റുന്നതാണ് ഈ പൈക്ക എന്ന് പറയുന്ന ഒരു ഈറ്റിംഗ് ഡിസോർഡർ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെർസിസ്റ്റന്റ് കൺസപ്ഷൻ ഓഫ് നോൺ ന്യൂട്രീറ്റീവ് നോൺ ഫുഡ് സബ്സ്റ്റൻസസ്. അപ്പോൾ നോൺ ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള നോൺ ഫുഡ് സബ്സ്റ്റൻസ് ലൈക്ക് നമ്മുടെ ഈ ഡേർട്ട്, ചോക്ക്, ഐസ്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികൾ കണ്ടു ഈ പറഞ്ഞ ഈ മൂന്നെണ്ണമൊക്കെ നമ്മുടെ ചുറ്റുപാടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ അഡോളസൻസ് ആ ഒരു ഏജിൽ ഈ പെയിൻറ്റ്, ഗമ്മ്, അതുപോലെ തന്നെ ചോക്ക് അങ്ങനത്തെ സംഭവം കഴിക്കുന്ന ഒരു സംഭവം നമുക്ക് അധികം കാണാറില്ല. എന്നാലും സ്റ്റഡീസ് പറയുന്നുണ്ട് ചില സ്ഥലത്ത് ഈ അഡോളസൻസുകാർ ഈ പറഞ്ഞ പോലെ നോൺ ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള നോൺ ഫുഡ് സബ്സ്റ്റൻസസ് എല്ലാം കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ അതിനെ വിളിക്കുന്ന ഒരു പേരാണ്, ആ ഒരു ഈറ്റിംഗ് ഡിസോർഡറിനെ വിളിക്കുന്ന പേരാണ് പൈക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെർസിസ്റ്റന്റ് കൺസപ്ഷൻ ഓഫ് നോൺ ന്യൂട്രീറ്റീവ് അല്ലെങ്കിൽ നോൺ ഫുഡ് സബ്സ്റ്റൻസസ്. അപ്പോൾ നോൺ ഫുഡ് സബ്സ്റ്റൻസിലായിട്ട് നമുക്ക് പറയാം ഡേർട്ടൊക്കെ കഴിക്കുന്ന പറയും കേട്ടോ, പെയിൻറ്റ്, ഗമ്മ്, ചോക്ക്, സ്ട്രിങ്, ഐസ്, പെബിൾസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതുമൂലം കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം, ഇതൊക്കെ നോൺ ന്യൂട്രീറ്റീവ് അല്ലെങ്കിൽ നോൺ ഫുഡ് സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽത്തി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ ഒത്തിരി നമ്മൾ ഈ ചോക്കും ഐസും പെബിൾസും ഒക്കെ കഴിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് നയിക്കുക ചെയ്യുക അല്ലേ. സോ അതുകൊണ്ടാണ് പൈക്ക എന്ന് പറയുന്ന അഡോളസൻസിൻ്റെ ഈറ്റിംഗ് ഡിസോർഡറിൽ എടുത്തിപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെയാണ്. അപ്പോൾ പൈക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ ആണെന്ന് ഓർക്കുക. ഇത് നോൺ ന്യൂട്രീറ്റീവ് അല്ലെങ്കിൽ നോൺ ഫുഡ് സബ്സ്റ്റൻസ് ആണെന്ന് ഓർത്താലും മതി. ക്ലിയർ ആയാലും ഇതാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സുമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കുറേ പ്രോബ്ലംസിൻ്റെ കാര്യം, അതായത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പറഞ്ഞു, അവരിൽ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം തന്നെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതികളെക്കുറിച്ചും നമുക്ക് പറയുന്ന സമയത്ത് ആ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ പറയും സാധാരണ രീതിയിൽ പറഞ്ഞ് നമ്മൾ പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കുക, അവർക്ക് നല്ല രീതിയിൽ പാരൻസും ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു സംഭവമാണ്. നമുക്ക് ജനറലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി അപ്ഡേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചേക്കാം. ഇതിൽ ചോദിച്ച് കണ്ടിട്ടില്ല, മേ ബി നമുക്ക് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് എപ്പോഴും എന്താണ് അപ്ഡേറ്റഡ് ആയിരിക്കും, കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയും. ചിലപ്പോൾ അങ്ങനെ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി CBT എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെൽപ്ഫുൾ അപ്രോച്ച് ഫോർ വേരിയസ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇൻക്ലൂഡിങ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞ അഡോളസൻസ് കാരണം ഈറ്റിംഗ് ഡിസോർഡർ പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും, ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. സോ അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല, പാരൻസിനോട് ആയിക്കോട്ടെ, പിയേഴ്സിന്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഒരു ഷെയറിംഗ് ഒന്നും വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യുക, എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഓപ്ഷൻസാണ്. നല്ല രീതിയിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക, പാരൻസ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാം കൗൺസിൽ, ഇതൊക്കെ നമ്മൾ നോർമലി പറയുന്നതാണ്. ഇത് കൂടാതെ ഒരു സംഭവം കൂടി ഉണ്ട്, ഈ പറഞ്ഞ ഈറ്റിംഗ് ഡിസോർഡേഴ്സും ഇവർ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഇവർക്ക് മാത്രമല്ല മൊത്തത്തിൽ കേട്ടോ വരുന്നതാണ് ബിഹേവിയർ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ CBT. ഓക്കെ, നോക്കാം. ഇതിൽ പറയുന്നത് കോഗ്നിറ്റീവ് ഡിസ്ട്രോക്ഷൻസ്, അതായത് ഐഡൻറ്റിഫൈങ് ചലഞ്ചിങ് നെഗറ്റീവ് തോട്ട് പാറ്റേൺസ്. അപ്പോൾ ഇതിൻ്റെ കീ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് സോൾവ് ചെയ്യുക. ദെൻ ബിഹേവിയറൽ ആക്ടിവേഷൻ, അപ്പോൾ കുട്ടികളിൽ നല്ല രീതിയിലുള്ള കുട്ടികളിൽ നിന്ന് വ്യക്തികളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എൻകറേജ് ചെയ്യുക. കോപ്പിംഗ് സ്കിൽസ്, അപ്പോൾ അവരൊരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ, അങ്ങനത്തുള്ള സ്ട്രാറ്റജീസ് എല്ലാം കൊണ്ടുവരിക. അതൊക്കെയാണ് ഈ പറഞ്ഞ CBTയിൽ വരുന്ന കീ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരും. സോ ഇതെല്ലാം നമുക്ക് അഡോളസൻസ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തത്. സോ പറഞ്ഞ പോലെ നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇതാക്കാൻ, അതായത് അവർ ബിഹേവിയറൽ ആക്ടിവിറ്റീസ് പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എൻകറേജ് ചെയ്യുക. ദെൻ അവർക്ക്
എങ്ങനെയാണ് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ടു മാനേജ് ഇമോഷൻസ് ആൻഡ് സിറ്റുവേഷൻസ്. ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം, അതിനുള്ള സ്ട്രാറ്റജീസ് എന്താണ്, സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നിങ്ങനെ രീതിയിലുള്ള കോപ്പിംഗ് സ്കിൽസ്, ഇതൊക്കെയാണ് ഇവർ കീ പ്രിൻസിപ്പിൾസ് ആയിട്ട് CBT, ദാറ്റ് മീൻസ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ കീ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. ഈ ഒരു പേര് പഠിച്ചു എങ്ങാനും ചോദിക്കുകയാണെന്ന്. ആരോൺ ബേക്കാണ് ഡെവലപ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി വിച്ച് ലൈ ദ ഫൗണ്ടേഷൻ ഓഫ് CBT. അപ്പോൾ കോഗ്നിറ്റീവ് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ആരോൺ ബേക്ക് എന്ന് പറയുന്നത്. നമ്മൾ എനിക്ക് LPUP റിലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഈ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും അറിയാത്തതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുക. ആരോൺ ബേക്കാണ് കോഗ്നിറ്റീവ് തെറാപ്പി ഡെവലപ്പ് ചെയ്ത് വിച്ച് ലൈ ദ ഫൗണ്ടേഷൻ ഓഫ് CBT. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഡെവലപ്ഡ് ബൈ ആരോൺ ബേക്ക്. അപ്പോൾ ആരോൺ ബേക്ക് എന്നൊരു പേര് നിങ്ങൾ കോഗ്നിറ്റീവ് തെറാപ്പി കണക്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇതിന് ട്രീറ്റ്മെൻറ്റ്, കോമൺലി നമ്മൾ പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്, തെറാപ്പി എന്ന് പറയാൻ നമ്മൾ ഈ പറഞ്ഞ തീർച്ചയായും ഈ പറഞ്ഞ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമുക്ക് യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ ഫാമിലി ബേസ്ഡ് തെറാപ്പി, നമ്മുടെ ഫാമിലിയിൽ നിന്ന് പ്രോപ്പർ സപ്പോർട്ട്. ദെൻ ഇൻഡിവിജ്വൽ തെറാപ്പി, ദാറ്റ് മീൻസ് നമ്മളൊരു കൗൺസിലിംഗ്, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പ്രോപ്പർ കൗൺസിലിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിക്ക് നമുക്കത് അവരെ സപ്പോർട്ട് ചെയ്യാം. ദെൻ ന്യൂട്രീഷണൽ കൗൺസിലിംഗ്, വർക്കിംഗ് വിത്ത് രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ. അപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് എത്രമാത്രം അറിയാം, നമുക്ക് ഫിസിക്കൽ ഗ്രോത്ത് എല്ലാം വരുന്നൊരു സമയമാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് പ്രോപ്പർ പ്രോബ്ലം, ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് ഡയറ്റീഷ്യനെ കണ്ട് പ്രോപ്പറായിട്ട് ന്യൂട്രീഷണൽ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാം. സപ്പോർട്ട് ഗ്രൂപ്പ്സ്, കണക്റ്റിംഗ് വിത്ത് അതേഴ്സ് ഹു ഹാവ് എക്സ്പീരിയൻസ് ഈറ്റിംഗ് ഡിസോർഡർ. ഈറ്റിംഗ് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ദാറ്റ്സ് എല്ലാം കോമൺ ആണ്. സോ ആ ഒരു രീതിക്ക് അവരെ കൗൺസിലിംഗ് കൊടുക്കാം കേട്ടോ. സപ്പോർട്ട് ഗ്രൂപ്പ്സ്, കണക്റ്റിംഗ് വിത്ത് അതേഴ്സ് ഹു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അപ്പോൾ അവർക്കൊന്നും കൂടെ അവർക്ക് പ്രശ്നമില്ല, കോമൺ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ദെൻ ഏർലി ഇൻ്റർവെൻഷൻ, സീക്കിങ് എ ഹെൽപ്പ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പാരൻസ് എന്ത് ചെയ്യണം, ആസ് സൂൺ ആസ് പോസിബിൾ ഇവർക്ക് അതിനുള്ള ആ ഒരു റെമഡിയൽ മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ്. സോ ആരാണ് അപ്പോൾ ടീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് വേഗം പാരൻസിന് കൺവേ ചെയ്യാം. ദെൻ പാരൻസിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെ പറ്റിയ അടുത്ത സ്റ്റെപ്പ് എടുക്കുക. ദെൻ ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അഡോളസൻസുകാർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇൻവോൾവിംഗ് ഫാമിലി മെമ്പേഴ്സ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്. ഓക്കെ ആണല്ലോ. ഇത്രയും നമുക്ക് വേണമെങ്കിൽ ജനറലായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്ത് നമ്മുടെ അഡോളസൻസുകാർ ഡെവലപ്മെൻറ്റൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റോബർട്ട് ജി ഹാവിംഗ്ഹേഴ്സ്റ്റ് ആണ് PYQ ചോദിക്കുന്നൊരു സംഭവമാണ്. ദെൻ അഡോളസൻസ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം അക്സെപ്റ്റിംഗ് വൺസ് ഫിസിക്കൽ സെൽഫ്. അവർ ഫിസിക്കൽ സെൽഫ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ചേഞ്ചസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദെൻ അച്ചീവിങ് ന്യൂ ആൻഡ് മോർ മെച്യൂർ റിലേഷൻഷിപ്പ് വിത്ത് ഏജ് മേറ്റ്സ്. തൻ്റെ ഏജ് മേറ്റ്സുമായിട്ട് അല്ല കുറച്ച് മെച്യൂർ ആയിട്ട് റിലേഷൻഷിപ്പ് അച്ചീവ് ചെയ്യുക, സോഷ്യൽ റോൾസ് അച്ചീവ് ചെയ്യുക, അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസിൽ നിന്നും ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യുക. ദെൻ ഡിസയറിങ് ആൻഡ് അച്ചീവിങ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ. അപ്പോൾ അച്ചീവിങ് ആൻഡ് ഡിസയറിങ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ, ഇത്രയും നമുക്ക് എന്ത് പറയാം, ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഡ്യൂറിങ് അഡോൾസൻസ് ആയിട്ട് പറയാം. ഒന്നുകൂടി പറയാം, അക്സെപ്റ്റിംഗ് വൺ സോഷ്യൽ സെൽഫ് എന്നുള്ളത് സെൽഫായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദെൻ മോർ മെച്യൂർ റിലേഷൻഷിപ്പ് വിത്ത് ഏജ് മേറ്റ്സും സോഷ്യൽ റോൾസ് അച്ചീവ് ചെയ്യുക, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസ് അച്ചീവ് ചെയ്യുന്നതും, ദെൻ അച്ചീവിങ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ, ഇതെല്ലാം എന്താണ് അഡോൾസൻസിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആയിട്ട് പറയാൻ പറ്റുന്നത്. കാരണം നമുക്ക് എക്സാമിൽ ചോദിച്ചത് താഴെ തന്നതിൽ അഡോൾസൻസ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹാവിംഗ്ഹേഴ്സ്റ്റ് ആണ് ഈ ഒരു ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ദെൻ നമ്മുടെ അഡോൾസൻസിലല്ല ബാക്കി എല്ലാത്തിലും എങ്ങനെയൊക്കെയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഹാവിംഗ്ഹേഴ്സ്റ്റ് പറയുന്നുണ്ട്. ഞാൻ ആ ഒരു ടോപ്പിക്കിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ അഡോൾസൻസ് റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സായി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സിൽ പോയി നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അഡോളസൻസുകാരെ ഈഗോസെൻട്രിസമായിട്ട് ബന്ധപ്പെട്ട ഡേവിഡ് എൽക്കെൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല ഈ പേര്, എന്നാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2024, 2025 അതിന് മുമ്പെല്ലാം തന്നെ നമ്മൾ ഹിൻസിൽ തന്നു. ദെൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇനി ഒട്ടും നമ്മുടെ കേത്തിൽ ഒന്നും ഏകദേശം ഒന്നും ആയിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറുടെ അനാലിസിസ് നമ്മൾ ഒരു 3 മണിക്കൂറുടെ ക്ലാസ് 1.5 മണിക്കൂറായിട്ട് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഒന്ന് കണ്ടുപോകുക. കാരണം ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ ക്വസ്റ്റ്യനും അത് വന്നത് എവിടെ നിന്നാണ്, അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് വരാൻ സാധ്യതയുള്ള അടുത്തത് എന്നിങ്ങനെ രീതി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ 2 ക്ലാസ് ഒന്ന് കാണുക. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മുടെ ഡേവിഡ് എൽക്കെൻ എന്ന് പറയുന്നത് അഡോൾസൻസ് ഈഗോസെൻട്രിസമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ദെൻ ഓർക്കുക, ഈ പേര്
അഡോൾസൻസ് ഈഗോസെൻട്രിസം റിലേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? ഡേവിഡ് എൽക്കൈൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹമായി റിലേറ്റ് ചെയ്ത സമയത്ത് ഒരു ടേം കൂടി ഓർക്കുക, സെൽഫ് അബ്സോർപ്ഷൻ എന്ന ടേം ഓർക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒരു ടേം ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ദെൻ ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സെൽഫ് സെൻറ്റേർഡ് ആണ്, ഇൻഎബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ സെൽഫ് സെൻറ്റേർഡിനെയാണ് നമ്മൾ ഈഗോസെൻട്രിസം എന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹം പഠിക്കുന്നത് അഡോൾസൻസ് ഒരു ഈഗോസെൻട്രിസം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം സ്റ്റഡി ചെയ്യുന്നത്, ഡേവിഡ് എൽക്കൈൻഡ്. ഓക്കെ, ഡേവിഡ് എൽക്കൈൻഡ് തിയറി ഓഫ് അഡോൾസൻസ് ഈഗോസെൻട്രിസം സ്റ്റേറ്റ്സ് ദാറ്റ് ടീനേജർ ബിലീവ് ദേ ആർ ദ സെൻറ്റർ ഓഫ് എവറിബഡി ഫോക്കസസ്. അപ്പോൾ അഡോൾസൻസ് കാരുടെ ഈഗോസെൻട്രിസത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ എൽക്കൈൻഡ് പറയുന്നത് ടീനേജറുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ദേ ആർ ദ സെൻറ്റർ ഓഫ് എവറിബഡി ഫോക്കസ്, ഞാനാണ് എല്ലാവരും സെൻറ്റർ ഫോക്കസ് എന്നാണ് അവരൊരു വിചാരം കേട്ടോ. അതിനാണ് ഇദ്ദേഹം ഒരു പേര് കൊണ്ട് വിശേഷിപ്പിക്കുകയാണ് ഇമാജിനറി ഓർഡിനൻസ്, ഇമാജിനേഷൻ ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു എന്ന രീതിയാണ് കേട്ടോ അത് പറയുന്നത്. ആൻഡ് റിസൾട്ട്സ് ഇൻ യങ് പീപ്പിൾ ബീങ് ഹൈപ്പർ അവെയർ ഓഫ് ദെയർ ആക്ഷൻസ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമാജിനറി ഓഡിയൻസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കാണുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് പീപ്പിൾ എന്താണ്? ബീങ് ഹൈപ്പർ അവെയർ ഓഫ് ദിയർ ആക്ഷൻസ്, അവരുടെ ആക്ഷൻസ് അവർ ഹൈപ്പർ അവെയർ ഓവറായിട്ട് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എല്ലാവരും എന്നെ ശ്രദ്ധിക്കുമെന്ന് കരുതി ഒരുപാട് ഹൈപ്പർ അവെയർനെസ് ആയിരിക്കും ഇതിൻ്റെ റിസൾട്ടായിട്ട് വരും. ആൻഡ് ദോസ് ഓഫ് അതേഴ്സ് കേട്ടോ. അപ്പോൾ ഈവൻ നമ്മുടെ ആ കുട്ടിയുടെ ഷർട്ടിൽ എന്തെങ്കിലും ചെറിയൊരു പോയിന്റ് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ചളിയോ അല്ലെങ്കിൽ ഒരു ഇങ്കോ ആയിട്ടുണ്ടെങ്കിൽ അതുപോലും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല കേട്ടോ, എന്നാൽ പോലും അത് മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ ഓവറായിട്ട് കേട്ടോ. അത് ഹൈപ്പർ അവെയർനെസ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന സംഭവം കേട്ടോ. അതാണ് ഇമാജിനറി ഓഡിയൻസ് എന്ന ടേം കൊണ്ട് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ദെൻ അടുത്തൊരു കമ്പോണൻ്റ് ആയിട്ട് പറയുന്നത് ഇസ് ദാറ്റ് പേഴ്സണൽ ഫേബിൾ. പേഴ്സണൽ ഫേബിൾ ഇത്രയേ ഉള്ളൂ. അഡോൾസൻസ് ബിലീവ് ദേ ആർ സോ യുണീക്ക്. അപ്പോൾ ഞാൻ ഒരു സംഭവം അല്ലെങ്കിൽ ഞാൻ ഭയങ്കര യുണീക്കാണ് എന്ന ഒരു തോട്ട് ഇവർക്ക് ഉണ്ടാകും. അതിനാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചത് പേഴ്സണൽ ഫാബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഇദ്ദേഹം പറയുന്ന ഒരു 3 വാക്കാണ് ഇമാജിനറി ഓഡിയൻസ്, പേഴ്സണൽ ഫേബിൾ ആൻഡ് ഇൻവിസിബിലിറ്റി ഫേബിൾ എന്ന് പറയുന്ന ടേമും കൂടി ഉണ്ട് കേട്ടോ അതും. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻവിസിബിലിറ്റി ഫേബിൾ നോക്കാം. ബിലീവിങ് ദാറ്റ് മിസ്ഫോർച്യൂൺസ് ഹാപ്പൻസ് ടു അതേഴ്സ് വുഡിൻ ഹാപ്പൻ ടു ബി. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സംഭവിക്കും, എനിക്ക് സംഭവിക്കില്ല എന്നൊരു രീതി. ദാറ്റ് ഈസ് നത്തിങ് ബാഡ് ക്യാൻ ഹാപ്പൻ, അത് എനിക്കൊന്നും തെറ്റായിട്ട് സംഭവിക്കില്ല എന്നൊരു രീതിയാണ് ഇൻവിൻസിബിലിറ്റി ഫേബിൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ചിലപ്പോൾ പാരൻസ് പറയുന്ന പോലെ അങ്ങോട്ട് പോരുത്, അത് റിസ്ക് ആണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ ബാക്കി എന്താണ് അടുത്തുള്ള കുട്ടിക്ക് അവിടെ പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, മല കയറാൻ പോരുത്, വീണ് പോയിട്ട് കണ്ടിട്ടില്ല, ന്യൂസിലൊക്കെ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവനിക്കല്ലേ സംഭവിച്ചത്, എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു മെൻറ്റാലിറ്റി, നത്തിങ് ബാഡ് ക്യാൻ ഹാപ്പൻ ടു മീ എന്ന രീതിയിലാണ് നമ്മൾ അതിനെന്ത് പറയാം, ഇൻവിൻസിബിലിറ്റി ഫേബിൾ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. നമുക്കറിയാം അഡോൾസൻസുകാർ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, അവർക്ക് എപ്പോഴും എന്തും ചെയ്യാൻ ഭയങ്കര ധൈര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം ഈ ഇൻവിൻസിബിലിറ്റി ഫേബിളിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡേവിഡ് എൽക്കൈൻഡ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡേവിഡ് എൽക്കൈൻഡ് തിയറി ഓഫ് അഡോൾസൻസ് ഈഗോസെൻട്രിസിൽ വരുന്ന 3 മെയിൻ 2 കമ്പോണൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ഓഡിയൻസും പേഴ്സണൽ ഫേബിളും ആണ്. എന്നാൽ കൂടി ഒരു കമ്പോണൻറ്റും കൂടി എക്സ്ട്രാ ഉണ്ട്. കഴിഞ്ഞ പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സാധാരണ നമ്മൾ ഇമാജിനറി ഓഡിയൻസും പേഴ്സണൽ ഫേബിളും ആണ് കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. കൂടെ തന്നെ പഠിച്ചു വെച്ചേക്കുക ഇൻവിൻസിബിലിറ്റി ഫേബിൾ എന്ന് പറയുന്ന ഒരു ടേമും നമ്മുടെ ഈ ഒരു അഡോൾസൻസ് ഈഗോസെൻട്രിസം റിലേറ്റ് ചെയ്ത് ഡേവിഡ് എൽക്കൈൻഡ് പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അതും ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഈ 3 കാര്യമാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുക. എല്ലാവരും എന്നെ വാച്ച് ചെയ്യുന്നു എന്ന രീതിക്കാണ്, എവരി വൺ ഈസ് വാച്ചിങ് മീ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തവർക്ക് അറിയാം. അഡോൾസൻസ് ഏജിലൊരു കുട്ടി തൻ്റെ ഷർട്ടിലുള്ള ഒരു ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് വരുന്ന ഒരു ഇങ്ക് സ്പോട്ട് എല്ലാവരും എന്നെ കാണുമെന്ന രീതിയിൽ മനസ്സിലാക്കുന്നതാണെങ്കിൽ ആ ഒരു സംഭവം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് കേട്ടോ. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്ത തീർച്ചയായിട്ടും ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ എവർ വൺ ഈസ് വാച്ചിങ്, അപ്പോൾ എത്ര ചെറിയൊരു കാര്യം പോലും എന്നെ എല്ലാവരും ശ്രദ്ധിക്കും എന്നതിന് രീതിയിൽ മെൻറ്റാലിറ്റി ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു രീതിക്കാണെങ്കിൽ അത് ഇമാജിനറി ഓഡിയൻസ് ആണ്. ഐ എം സോ യൂണിക് അല്ലെങ്കിൽ എനിക്ക് എന്തോ സംഭവം അല്ലെങ്കിൽ ഞാൻ ഐ എം സോ യൂണിക് എന്ന രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പേഴ്സണൽ ഫേബിളാണ്. ദെൻ നത്തിങ് ബാഡ് ക്യാൻ ഹാപ്പൻ, തെറ്റായിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല, അപ്പോൾ റിസ്കിങ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെയാണ് ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതെന്താണ്, ഇൻവിൻസിബിലിറ്റി ഫേബിൾ ആണ്. ഇത് 3 ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇഗോസെൻട്രിസം ഓഫ് അഡോൾസൻസ് ബൈ ഡേവിഡ് എൽക്കൈൻഡ്. ക്ലിയർ ആയല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മുടെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി നീഡ്സും, അഡോൾസൻസുകാരുടെ പ്രൈമറി നീഡ്സും സെക്കൻഡറി നീഡ്സും ഉണ്ട്. ഇത് നമ്മുടെ മുമ്പൊക്കെ സ്ഥിരമായി ചോദിച്ചൊരു ഭാഗമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ല, എന്നാൽ പോലും നമുക്കറിയില്ല ഏതൊക്കെ ഭാഗം എന്തൊക്കെ ചോദിക്കും. ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അഡോൾസൻസുകാരുടെ നീഡ്സ് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പ്രൈമറി നീഡ്സ് എന്നും സെക്കൻഡറി നീഡ്സ് എന്നും. പ്രൈമറി നീഡ്സ് എന്ന് പറയും ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നും പറയും. ഓക്കെ, പ്രൈമറി നീഡ്സ് ഈസ് ഓൾസോ കോൾഡ് എസ്
ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ നീഡ് ഫോർ ഓക്സിജൻ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഫോർ ഓക്സിജൻ, നീഡ്സ് ഫോർ വാട്ടർ ആൻഡ് ഫുഡ്, നീഡ് ഫോർ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ദെൻ നമുക്കറിയാം അഡോളസൻസ് കാര്യം എന്ന് പറയുമ്പോൾ അവർ ആ സെക്ഷൽ ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ നീഡ് ഫോർ സെക്സ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് എന്ത് പറയാം, നമ്മുടെ പ്രൈമറി നീഡ്സ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ദെൻ സെക്കൻഡറി നീഡ്സ് എന്ന് പറയുമ്പോൾ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് സൈക്കോ സോഷ്യൽ നീഡ്സ് എന്ന് പറയും. അപ്പോൾ സെക്കൻഡറി നീഡ്സ് ഇസ് ഓൾസോ കോൾഡ് സൈക്കോ സോഷ്യൽ നീഡ്സ്. അതിൽ വരുന്നതാണ് നീഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ലോ, നീഡ് ഫോർ റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ, മറ്റുള്ളവരെ എന്നെ അപ്രൂവ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം എന്നൊക്കെ പറയും നമ്മുടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ നീഡ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് പ്രീവിയസ്ലി ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു സംഭവമാണ്. ദ നീഡ്സ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, അവർക്കും എക്സ്പ്രസ് ചെയ്യാനും അല്ലേ അച്ചീവ് ചെയ്യാനും അവർ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. സോ നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്. നീഡ് ഫോർ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്, അവർ ഒത്തിരി ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരാണ് അല്ലെങ്കിൽ നമ്മുടെ അഡോളസൻസുകാർ. സോ നീഡ് ഫോർ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ് ഒക്കെയാണ് സൈക്കോ സോഷ്യൽ നീഡ്സിൽ വരുന്നത്. ഓക്കെ, പ്രൈമറി നീഡ്സ്, ബേസിക് നീഡ്സ് ഓക്സിജൻ, വാട്ടർ, ഫുഡ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ദെൻ സെക്സ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ പ്രൈമറി നീഡ് നമുക്ക് പറയാൻ പറ്റും. ദെൻ അടുത്തത് സെക്കൻഡറി നീഡ് അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നീഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ലവ്, നീഡ് ഫോർ റെക്കഗ്നിഷൻ. അവർ നമ്മുടെ കാര്യം ചിലപ്പോൾ നമ്മൾ അഡോളസൻസ് ഏജുകാർ അവർ പറയുന്ന കാര്യം നമ്മൾ കേൾക്കണം അല്ലേ. അപ്പോൾ അവർക്ക് സെൽഫ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവർക്ക് ആ ഒരു സമയത്ത് അവർ കോഗ്നിറ്റീവ് പരമായിട്ടുള്ള ഡെവലപ്മെൻറ്റിലും നല്ല രീതിയിൽ വരുന്നതാണ്. സോ അവർക്കൊരു സ്പേസ് ഉണ്ട്. സോ നീഡ് ഫോർ റെക്കഗ്നിഷൻ, അവർ റെക്കഗ്നൈസ് ചെയ്യണം, അപ്രൂവ് ചെയ്യണം എന്നുള്ള നീഡ് എന്ന് പറയുന്നത് അവർ സൈക്കോ സോഷ്യൽ നീഡ്സ് അണ്ടറിൽ വരുന്നത്. ദെൻ നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ കേട്ടോ, നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷനും അച്ചീവ്മെൻറ്റും വരും. ദെൻ നീഡ് ഫോർ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്, ഇതെല്ലാം തന്നെ സെക്കൻഡറി നീഡ്സ് അല്ലെങ്കിൽ അതർവൈസ് കോൾഡ് ആസ് സൈക്കോ സോഷ്യൽ നീഡ്സ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡറി നീഡ്സ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ നീഡ്സ് എന്ന് ചോദിക്കാം. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. പ്രൈമറി മീൻസ് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, സെക്കൻഡറി മീൻസ് സൈക്കോ സോഷ്യൽ നീഡാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട, ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവാം. നമ്മൾ അഡോളസൻസ് സൈക്കോളജി മൊത്തം അങ്ങോട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞു, ഏകദേശം നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. അപ്പോൾ നമ്മൾ കോമൺലി വരുന്ന കുറച്ച് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം പറഞ്ഞു. ഇനി എടുത്തെടുത്ത് പറഞ്ഞിരിക്കണം, നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കോമൺലി വരുന്ന പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. ഒറ്റ രീതിയിലേക്ക് നമുക്കൊന്ന് പഠിച്ചു പോവാം. ഐഡൻറ്റിറ്റി ക്രൈസിസ് ഞാൻ പറഞ്ഞു. ഐഡൻറ്റിറ്റി ക്രൈസിസ് ആരുടേതാണ്, എറിക്സൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അത് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇറ്റ്സ് കോമൺലി നമ്മുടെ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസിൽ വരുന്നതാണ്. അവരുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഫോം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. സോ അന്നേരം ഫെയിലിയർ ആവുകയാണെങ്കിൽ അവർ ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. സോ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒന്നാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അണ്ടർ അച്ചീവ്മെൻറ്റ്. എന്താണ് അണ്ടർ അച്ചീവ്മെൻറ്റ് നമുക്ക് നോക്കാം. അച്ചീവ്മെൻറ്റ് ലെവൽ ഈസ് ബിലോ ദെൻ എക്സ്പെക്റ്റഡ്. നമ്മൾ എക്സ്പെക്റ്റഡ് ലെവലിനെക്കാട്ടിലും ബിലോ ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് കാഴ്ചവെക്കുകയാണ് നമുക്കറിയാം. അതിനെ വിളിക്കുന്ന പേരാണ് അണ്ടർ അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ അഡോളസൻസുകാർ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ അക്കാഡമിക് പരമായിട്ടൊക്കെ നമ്മൾ വിചാരിച്ചില്ല കുട്ടിക്ക് കാപ്പബിലിറ്റി ഉണ്ടാവും, പക്ഷേ എക്സ്പെക്റ്റഡ് ലെവൽ ഉണ്ടാവും, പക്ഷേ അതിനേക്കാളും ചിലപ്പോൾ എന്തായിരിക്കും മേ ബി കുറഞ്ഞ ലെവലിൽ കാഴ്ചവെക്കാറുണ്ട്. സോ അത് നമുക്ക് കോമൺലി കാണുന്നതാണ്. അപ്പോൾ മേ ബി പറഞ്ഞ പോലെ പിയർ പ്രഷർ മൂലമോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടാകുന്ന എന്തെങ്കിലും സംഘർഷം, കോൺഫ്ലിക്ട്സ് ഒക്കെ ഒരു അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം കേട്ടോ. സോ അതാണ് ഈ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അഡോളസൻസുകാർ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ദാറ്റ് ഈസ് അണ്ടർ അച്ചീവ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്, അച്ചീവ്മെൻറ്റ് ലെവൽ ഈസ് ബിലോ ദൻ എക്സ്പെക്റ്റഡ് ലെവലിനെക്കാളും കുറവായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, അണ്ടർ അച്ചീവ്മെൻറ്റ് എന്ന് പറയും. അതും നമ്മുടെ അഡോളസൻസിലും സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ് അല്ലേ. ദെൻ പിയർ പ്രഷർ നമുക്കറിയാം. ഈ ഒരു അഡോളസൻസുകാർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരുടെ കൂടെയാണ്, നമ്മൾ പിയേഴ്സ് ഗ്രൂപ്പ്, സെയിം ഏജ് ഗ്രൂപ്പ് ഉള്ള കുട്ടികളോടാണ്. സോ അതുകൊണ്ട് ഈ പിയർ പ്രഷർ നമുക്ക് രണ്ട് തരത്തിലും എഫക്റ്റ് ചെയ്യാം. പോസിറ്റീവായിട്ട് നമുക്ക് പറയാം, നെഗറ്റീവായിട്ടും പറയാം. പോസിറ്റീവ് എന്ന് പറയാം, നമുക്കറിയാം നല്ല പഠിക്കുന്ന കുട്ടികൾ തന്നെ ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും നമ്മൾ കൂടെ പോയി ചേർന്ന് കഴിഞ്ഞാൽ ആ കുട്ടികൾ തന്നെ പഠിച്ചോളൂ നമ്മൾ സാധാരണ പറയാറുണ്ട്. പാരൻസ് എല്ലാം പറയാം, അത് കോമൺ ശരി തന്നെയാണല്ലോ, ഒരു പരിധി വരെ ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടി ഒരു 3-4 പേരും കൂടി ചേർന്ന് അങ്ങനെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് എല്ലാം ഉണ്ട്. സംടൈംസ് നമുക്കറിയാം അഡോളസൻസ് പ്രോബ്ലംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നെഗറ്റീവായിട്ടുള്ള പിയർ പ്രഷർ മൂലം ഒരുപാട് കുട്ടികൾ പല തെറ്റായ രീതിക്കെല്ലാം പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് പിയർ പ്രഷറിൻ്റെ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസിൽ വരുന്നത്. പ്രഷർ ടു ഇൻക്രീസ് ദി റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. അപ്പോൾ ഈ പിയർ പ്രഷർ മൂലം എന്താണ് കുട്ടികൾ, അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ ഒരു കുട്ടിക്ക് റിസ്ക്കി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അത്ര ധൈര്യം ഉണ്ടാവണമെന്നില്ല, പക്ഷേ കൂടെ ഉള്ളവൻ പറയാണ് കേട്ടോ, അല്ല എന്താണ് നമുക്കിത് ചെയ്യുക, കുഴപ്പമില്ല, ഞാൻ ഇന്നലെ ചെയ്തതാണെന്നേ എന്നൊക്കെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകാം, പ്രശ്നമില്ല, വണ്ടി ഇങ്ങനെ ഓട്ടിക്കാം, മറിച്ചു. നമുക്കറിയാം ഈ ചെറിയൊരു അഡോളസൻസുകാർക്ക് ഈ ഡ്രൈവ് ചെയ്യാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എവിടേക്കും പോകാം, മലയുടെ മേലെ പോകാൻ, അങ്ങനെ എന്തെങ്കിലും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും അല്ലേ. സോ കൂടുള്ള ഒന്നും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, അങ്ങേറ്റം പൊക്കോളും അല്ലേ. സോ അങ്ങനെ അപ്പോൾ ഈ ഒരു പിയർ പ്രഷർ മൂലം
ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയറെല്ലാം ഒരുപാട് കാണാറുണ്ട്. ആൻഡ് ഡിസ്ട്രാക്ഷൻ ഫ്രം സ്കൂൾ വർക്ക്. അപ്പോൾ നമുക്കറിയാം എന്താണ് സ്കൂൾ വർക്കിൽ നിന്നൊക്കെ ഡിസ്ട്രാക്ഷൻസ്, അതായത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഹോംവർക്ക് കൊടുത്താൽ ചെയ്യത്തില്ല, പ്രോപ്പറായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ പല കാര്യം എന്താണ് മൊത്തം കറക്കുവാണേ. അപ്പോൾ കുട്ടികളായിട്ട് കൂടി ചേർന്ന് ഫുള്ള് കറക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്കൂൾ വർക്ക്, അക്കാഡമിക് വർക്കിൽ നിന്നൊക്കെ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒരു പ്രോബ്ലംസ് ആയിട്ട് കണ്ടുവരുന്നതാണ്. ദെൻ സബ്സ്റ്റൻസ് അബ്യൂസ്. ഈ ഒരു പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. അപ്പോൾ ഈ ആരെങ്കിലും ഒരു ഗ്രൂപ്പുള്ള കുട്ടി ആരെങ്കിലും വല്ല മേ ബി ഈ പറഞ്ഞ പോലെ സിസേഴ്സോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ വലിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കൂടെ ഉള്ളവർക്ക് അങ്ങനെ വലിക്കണമെന്ന് ആഗ്രഹം, അത് ഈ പറഞ്ഞ ഇല്ലീഗലായിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും വലിക്കണം ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷേ പറയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടാ എന്ന് പറഞ്ഞാൽ മേ ബി ഇപ്പോൾ ആൽക്കഹോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ പോലെ എന്തെങ്കിലും ഡ്രിങ്ക്സോ എന്തെങ്കിലും ഡ്രഗ്സോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ കുട്ടി ഓൾറെഡി നമുക്കറിയാം അഡോളസൻസുകാർ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർ, എന്താണ് എന്നുള്ളത് നമ്മൾ ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് കൂടുതലുള്ള ടീമാണ് അല്ലേ. അപ്പോൾ അവരോട് ഒന്ന് നോക്കി എന്ന് പറഞ്ഞാൽ സാധനം കയ്യിൽ കൊടുത്താൽ ശരി ഞാൻ ഇന്നലെ ചെയ്തു, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നീ നോക്കി എന്ന് പറയാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കുട്ടി ഈ പറഞ്ഞ പോലെ പിയർ പ്രഷർ മൂലം ഒത്തിരി പേർ സബ്സ്റ്റൻസ് അബ്യൂസിലോട്ടൊക്കെ നയിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. സിമ്പിളാണ് ദ യൂസ് ഓഫ് ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ബൈ അഡോളസൻസ്. യൂസ് ഓഫ് ഇല്ലീഗൽ സബ്സ്റ്റൻസ് നമുക്കറിയാം ഈ സിസർ സിഗരറ്റ് അങ്ങനെ സംഭവങ്ങൾ പോലുള്ള സംഭവം ആൽക്കഹോൾ ഡ്രഗ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ സംഭവമൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ആൽക്കഹോൾ ഡ്രഗ്സ് ടൊബാക്കോ അങ്ങനത്തെ എക്സെട്രയാണ് നമ്മൾ പറഞ്ഞ ഈ സബ്സ്റ്റൻസ് അബ്യൂസിൽ മെയിനായിട്ട് വരുന്ന ആൾക്കാർ. ദെൻ യൂസ് ഓഫ് ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ബൈ അഡോളസൻസുകാർ ഇല്ലീഗൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാൻ നമ്മൾ എന്തെന്ന് പറയാം സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പിയർ പ്രഷർ മൂലമൊക്കെ ഒത്തിരി കുട്ടികൾ ഈ പറഞ്ഞ പോലെ സബ്സ്റ്റൻസ് അബ്യൂസിലോട്ട് നയിക്കുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ആൽക്കഹോൾ യൂസും ഡ്രഗ് യൂസും ഒക്കെ നമുക്കിതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ഇനി അടുത്തത് ഹെൽത്ത് പ്രോബ്ലംസ്. നമുക്കറിയാം നമ്മൾ പറഞ്ഞു നമ്മുടെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ പറയും. ഡിപ്രഷൻ, കുട്ടികൾ ഡിപ്രഷൻ. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ചില കാര്യങ്ങൾ പാരൻസിനോട് കൺവേ ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ പാരൻസ് നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾ അഡോളസൻസ് ഏജിലുള്ള ആളുകൾ എന്താണ് നോർമലി കാണിക്കുന്ന ചില സ്വഭാവങ്ങൾക്ക് അത് നോർമലാണ്, അത് നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ തിരുത്തിയെടുക്കണം. ചില സമയത്ത് എന്തായാലും പാരൻസ് പൊട്ടിത്തെറുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പാരൻസുമായിട്ട് അങ്ങനെ ചിലപ്പോൾ അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഡിപ്രഷനിലോട്ടൊക്കെ നയിക്കുന്ന കൂട്ടുകാരുണ്ടാവും അല്ലേ. സോ അങ്ങനെയൊക്കെ നമ്മൾ ഡിപ്രഷൻ നമുക്കത് ഹെൽത്ത് പ്രോബ്ലംസ് തന്നെ പറയാൻ പറ്റും. ദെൻ അനീമിയ അല്ലേ, വളർച്ച പ്രോപ്പറായിട്ട് ഈ തടിയൂടും, അല്ലെങ്കിൽ ഭയങ്കര ഞാൻ പറഞ്ഞു ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള സമയമാണ്, ഭയങ്കര ശരീരമൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഹീറോയിൻ പോലെയൊക്കെ ആവണം എന്നൊക്കെ ചിന്തയുള്ള ആൾക്കാരാണ്. സോ അതിലൂടെ എന്താ അവർ നല്ല രീതിയിൽ നല്ല ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ അനീമിക് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒബീസിറ്റി ചിലപ്പോൾ എന്താ ഈ ഒരു ഹോർമോണൽ ചേഞ്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് ഇൻവോൾവ് ആവുന്നതിലൂടെ ചിലപ്പോൾ ഒരുപാട് കഴിക്കേണ്ടി വരും. സോ അതിലൂടെ എന്താ കുട്ടികൾ ഒബീസിറ്റി ആവും അല്ല. അപ്പോൾ നമുക്ക് അതും നമുക്ക് പറയാൻ സാധിക്കും. ദെൻ മെൻസ്ട്രേഷൻ റിലേറ്റഡ് പ്രോബ്ലം, ഗേൾസിനൊക്കെയാണ് നമുക്ക് മെൻസ്ട്രേഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ഹെൽത്ത് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ സംടൈംസ് ഏർലി പ്രഗ്നൻസി, ഇതെല്ലാം നമുക്ക് എന്ത് പറയാം ഈ അഡോളസൻസ് പ്രോബ്ലംസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഡെലിക്വൻസി. അപ്പോൾ കുട്ടികൾ ഈ ഒരു അഡോളസൻസുകാരുടെ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ കാഴ്ചവെക്കുന്നതിനാണ് നമ്മൾ ഡെലിക്വൻസി അല്ലെങ്കിൽ ഡെലിക്വൻറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജുവനൈൽ ഡെലിക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, റെഫേഴ്സ് ടു ബിഹേവിയർ എക്സിബിറ്റഡ് ബൈ മൈനേഴ്സ് ഇൻഡിവിജ്വൽ അണ്ടർ ദ ഏജ് ഓഫ് 8. ഇത് ഓർക്കുക, മൈനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മൈനറൊക്കെ നമുക്ക് അറിയാം. മൈനർ എന്ന് വെച്ചാൽ നമ്മൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് നമ്മൾ മൈനേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇവർ കാണിക്കുന്ന ബിഹേവിയർ ദാറ്റ് വാല്യൂസ് ദ ലോ ഓഫ് സൊസൈറ്റിയൽ നോംസ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ നമുക്കറിയാം നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വി ഹാവ് ടു ഫോളോ അല്ലേ. സോ അതിന് എതിരായിട്ട് നമ്മുടെ സൊസൈറ്റി നോംസിനൊക്കെ ലോസിനൊക്കെ എതിരായിട്ട് വയലേറ്റ് ചെയ്യുന്ന ബിഹേവിയർ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയാം, അങ്ങനത്തെ ഉള്ള കാറ്റഗറിയിലുള്ള കൂട്ടുകാരെ നമ്മൾ എന്ത് പറയുന്നത് ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ സോ ജുവനൈൽ ഡെലിക്വൻസി റെഫേഴ്സ് ടു ബിഹേവിയർ എക്സിബിറ്റഡ് ബൈ മൈനേഴ്സ് ആണ് കേട്ടോ. ഇത് ചോദിച്ചാൽ അണ്ടർ ദി ഏജ് ഓഫ് 18 ദാറ്റ് വയലേറ്റ്സ് ദ ലോ ഓർ സൊസൈറ്റൽ നോംസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ ടൈപ്പ് ഡെലിക്വൻറ്റ് ബിഹേവിയർ നമുക്ക് കാഴ്ചവെക്കാം. നമുക്കറിയാം ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ജയിലില്ല, അവർക്ക് എന്താണ് ജുവനൈൽ കോർട്ട്, ജുവനൈൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവർക്ക് വ്യത്യസ്തമായിട്ട് ഉണ്ട് അല്ലേ. കാരണം എന്താണ്, അപ്പോൾ അവർ വളർന്നു വരുന്ന കുട്ടികളാണ്. ഈ അഡോളസൻസ് ഏജിൽ വരുന്ന സംഭവങ്ങളെല്ലാം നോർമലാണ്. ചിലപ്പോൾ സംടൈംസ് ഈ ഒരു പറഞ്ഞ പോലെ പാരൻസിൻ്റെ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഇത് ആദ്യം തന്നെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാത്ത മൂലമാണ് അവർ എക്സ്ട്രീം ലെവലിലോട്ട് പോകും. ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇവർ എക്സ്ട്രീം ലെവലിലോട്ട് പോകാനുള്ള കാരണങ്ങൾ അല്ലേ. മേ ബി അവർ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകും. നമുക്ക് ചില കുട്ടികൾ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം മാത്രം ഈ കള്ളത്തരം കാണിക്കുന്നവർ അല്ല, റോബറിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ. സോ അതെല്ലാം ഒരുപാട് റീസൺസ് ഇതിൻ്റെ ബിഹൈൻഡ് നമുക്ക് അറിയാവുന്ന ജനറലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. സോ അങ്ങനെ നമുക്ക് കുറേ ടൈപ്സ് ഡെലിക്വൻറ്റ് ബിഹേവിയർ നമുക്ക് കുറേ ടൈപ്സ് പറയാം. അപ്പോൾ നമുക്കത് ക്രിമിനലായിട്ടുള്ള ബിഹേവിയർ ഉണ്ട് കേട്ടോ. ക്രിമിനലായിട്ട് അതായത് ക്രൈംസിലൊക്കെ ഏർപ്പെടുക, ആ ഒരു രീതി നിങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കുക. ദെൻ സ്റ്റാറ്റസ് ഒഫൻസസ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയർ ദാറ്റ് ഈസ് ഇല്ലീഗൽ ഫോർ മൈനേഴ്സ്. മൈനേഴ്സിന് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക.
ദെൻ ദാറ്റ് മീൻസ് അത് അഡൾട്ട് ചെയ്താൽ ഓക്കെയാണ്, പക്ഷേ മൈനേഴ്സ് എങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന രീതി. ദാറ്റ് മീൻസ് നമ്മൾ പറയാറുണ്ട്, നമുക്കറിയാം അഡൾട്ടുകാർ മദ്യപിക്കാറുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് അത് എന്താണ് ശരിക്കും ഇല്ലീഗൽ തന്നെയാണ് അല്ലേ. അതുകൊണ്ടാണ് സ്റ്റാറ്റസ് ഒഫൻസസ് ഉദ്ദേശിക്കുന്നത് ബിഹേവിയർ ദാറ്റ് ഈസ് ഇല്ലീഗൽ ഫോർ മൈനേഴ്സ്. മൈനേഴ്സിന് ഇല്ലീഗലാണ് ബട്ട് നോട്ട് അഡൾട്ട്സ്. അഡൾട്ടിന് നമുക്ക് അഡൾട്ടുകാർ ഡ്രിങ്ക് ചെയ്താൽ കുഴപ്പം, അത് ഫാമിലീസിന് കുഴപ്പം തന്നെ, എന്നാൽ പോലും നമുക്ക് സാധാരണ അങ്ങനെ പറയാറില്ല അല്ലേ. സോ അണ്ടർ ഏജ് ഡ്രിങ്കിങ്, ദെൻ വീട് വിട്ട് ഓടിപ്പോവുക, ഈ ഒരു രീതിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അഡൾട്ട്സിനും പറ്റത്തില്ല, പക്ഷേ എന്നാലും എന്താണ് നോട്ട് അഡൾട്ട്സ് എന്ന് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ദെൻ ഇതാണ് സ്റ്റാറ്റസ് ഒഫൻസസ് എന്ന് പറയുന്നത്. സോ ബിഹേവിയർ ദാറ്റ് ഈസ് ഇല്ലീഗൽ ഫോർ മൈനേഴ്സിന് ഇല്ലീഗൽ ആയിട്ടുള്ള ബിഹേവിയർ കാഴ്ചവെക്കുക കേട്ടോ. അപ്പോൾ ചെറുപ്പം തന്നെ കുടിപ്പഴക്കമൊക്കെ ശീലിക്കുക. ചില കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവിടെ ഇവിടെ മുക്കുമുക്കായി നിന്നിട്ടൊക്കെ നമ്മൾ പറയാറില്ല, ഈ സ്കൂളിൻ്റെ ഏതെങ്കിലും കോമ്പൗണ്ട് ഇടുക്കിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടൊക്കെ സിസറ വലിക്കുന്നവരും ഉണ്ട്, ഡ്രിങ്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. സോ ഇതെല്ലാം തന്നെ സ്റ്റാറ്റസ് ഒഫൻസസ് നമുക്ക് കണക്ട് ചെയ്ത് പറയാം. ദെൻ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, അത് കോമൺലി വരുന്നതാണ്. എൻഗേജിങ് ആക്ടിവിറ്റി ദാറ്റ് പുട്ട് ദംസെൽസ് ആസ് അതേഴ്സ് അഡ്രസ് സച്ച് എസ് സബ്സ്റ്റൻസ് അബ്യൂസ് ഓർ റെക്ലെസ് ബിഹേവിയർ. അപ്പോൾ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രീം ലെവലാണെങ്കിൽ അതെന്താണ്, അതൊരു പ്രോബ്ലം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ആയിട്ട് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് എക്സ്ട്രീം, ഈ ഡ്രഗിൻ്റെ ആളുടെ കൂടെ പോവുക, അല്ലെങ്കിൽ അങ്ങനത്തെ ബിഹേവിയർ കാഴ്ചവെക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് സപ്ലൈ ചെയ്യുക, ആ ഒരു രീതിക്ക്. അപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് ചിലർ സപ്ലൈ ചെയ്യുന്ന രീതിയിലൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇത് ആദ്യം ഒരു ക്യൂരിയോസിറ്റീൻ്റെ ബേസ് ചെയ്ത് ആദ്യം ഇതിൽ ഇറങ്ങുന്നു, പിന്നീടാണ് മനസ്സിലാവുന്നത് വലിയൊരു പ്രശ്നമാണ്, പിന്നെ അതൊന്നും അവർക്ക് പുറത്ത് വരാത്ത പറ്റാത്ത രീതിയിലൊക്കെ മാറുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടുവരുന്നതാണ് അല്ലേ. അതൊക്കെ നമ്മുടെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ള നോളജ് എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ജുവനൈൽ ഡെലിക്വൻസിയുമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾ കിട്ടിയാൽ മതി, നിങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെ എക്സാമിനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ ആ ഒരു ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുമ്പോൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ കാഴ്ചവെക്കുകയാണ് നമ്മൾ അതിന് ഡെലിക്വൻറ്റ് ചൈൽഡ് എന്ന് പറയും. ആ ഒരു ലൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എ ചിൽഡ്രൻ ഹു ഷോസ് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഈസ് കാൾഡ് എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് പറയും, ഡെലിക്വൻറ്റ് ചിൽഡ്രൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഡെലിക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ജുവനൈൽ ഡെലിക്വൻസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ അണ്ടർ ദ ഏജ് ഓഫ് 18 മൈനേഴ്സ് ഈ പറഞ്ഞ പോലെ ദാറ്റ് വയലേറ്റ്സ് ലോസ് ഓഫ് സൊസൈറ്റൽ നോംസിനാണ് നമ്മൾ അങ്ങനെ കാഴ്ചവെക്കുന്ന ഒരു ബിഹേവിയർ കാഴ്ചവെക്കുന്ന കൂട്ടരെയാണ് നമ്മൾ എന്ത് പറയുക, ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ മാക്സിമം ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്യാവശ്യം ഏകദേശം നമ്മുടെ അഡോൾസൻസ് സൈക്കോളജി റിലേറ്റ് ചെയ്ത എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും പ്രീവിയസ്ലി ചോദിച്ചതെല്ലാം ഞാനിവിടെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ നമുക്ക് എക്സാമിന് കുറച്ചല്ലേ സമയമുള്ളൂ അല്ലേ. അപ്പോൾ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നാളെ നമ്മുടെ K3 എക്സാം വരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ എക്സാം ഓറിയൻറ്റഡായിട്ട് പഠിച്ചു പോവുക. ദെൻ കുറേ പേര് നമ്മുടെ സൈക്കോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഇന്നലെ അടക്കം ഒത്തിരി പേര് ലാസ്റ്റ് മിനിറ്റിൽ റെഫറൻസ് ആയിട്ടൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിച്ചാൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ബാങ്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഈ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എക്സാമിൽ ടെൻസ്ഡ് ആവരുത് കേട്ടോ. മേ ബി നമുക്ക് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് പുറത്തുനിന്ന് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്താ പ്രശ്നം എന്ന് പറയുക, 1-2 ക്വസ്റ്റ്യൻ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ചിലപ്പോൾ ആദ്യമായി ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കോഡിൽ ഈ അറിയാത്ത ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ആണെന്ന് വിചാരിക്കുക. എന്നാൽ പിന്നെ പിന്നെ ആദ്യത്തെ 2-3 നമ്മൾ പഠിക്കാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പിന്നെ അവിടെ കത്തിക്കൽ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആകെ ടെൻസ്ഡാണ്, അറിയുന്ന കാര്യങ്ങൾ പോലെ തെറ്റിക്കുന്നവരുണ്ട്. സോ അങ്ങനെ ആവരുത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ ഏകദേശമൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് കോൺഫിഡൻറ്റോട് കൂടി തന്നെ എക്സാമിനെ സമീപിക്കുക. അപ്പോൾ ഇനി 1-2 മാർക്കിന് കേട്ടിട്ട് പോയവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധയോടുകൂടി പരീക്ഷ ചെയ്ത. കാരണം ഭയങ്കര വിഷമമാണ് ചിലവർക്ക് ഈ ജനറൽ കാറ്റഗറിയിലായിക്കോട്ടെ 89 ഒക്കെ വാങ്ങിച്ച് ഒത്തിരി പേര് പറയും ടീച്ചർ 89 ആണ് ഒറ്റ മാർക്കിന് പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സങ്കടം. കാരണം അത്രയും നമുക്കറിയാം ഒരു എക്സാമിൽ നമ്മൾ എത്രമാത്രമാണ് എഫേർട്ട് എടുക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് മെനക്കെട്ട് ഇരുന്ന് പഠിച്ച് ഒരു മാർക്കിന് പോകാൻ വളരെ സങ്കടം. അപ്പോൾ ഇനി ഈ ഒരു എക്സാം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഒരു ക്വസ്റ്റ്യൻ എഴുതാതെ വിടരുത്. നമുക്കറിയാം നെഗറ്റീവ് മാർക്കില്ല, അതിന് വലിയൊരു പോസിറ്റീവാണ് നമുക്ക്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അതും അതേസമയം നിങ്ങൾ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടുകൂടിയും നിങ്ങൾ ആൻസർ ചെയ്യരുത് കേട്ടോ. അപ്പോൾ എഴുതുന്ന സമയത്ത്
കറക്റ്റായിട്ട് ഒരിക്കലും ലാസ്റ്റ് എഴുതാം എന്ന് നോക്കി ലാസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ വിട്ടും പോകരുത്. കറക്റ്റായിട്ട് ഓൾ ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റൗണ്ട് ഇട്ട് വയ്ക്കുക. ലാസ്റ്റ് സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് നോക്കി ആ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒന്ന് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ തോന്നി എന്ത് ചിലപ്പോൾ ഇനി ഓപ്ഷൻസ് ഒക്കെ വെച്ച് കണക്ട് ചിലപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും കേട്ടോ. ചിലപ്പോൾ ഹിൻസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ആൻസറിലോട്ട് ഒന്ന് കറക്കി കുത്തിയിട്ടെങ്കിലും അറിയാത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക കേട്ടോ. ദെൻ ആൻസർ ചെയ്യുമ്പോൾ ബബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടാവും, 6ാമത്തെ ആയിരിക്കും എഴുതാൻ പോകുന്നത്. മേ ബി എന്തായിരിക്കും ചിലപ്പോൾ മാർക്ക് ചെയ്യുന്നത് 5, 6 എഴുതാൻ പോകുമായിരിക്കും. ചിലപ്പോൾ മാർക്ക് ചെയ്യും, ചിലപ്പോൾ എന്തായിരിക്കും ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടിട്ട് മാർക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ ഒത്തിരി പേർ തെറ്റുപറ്റാറുണ്ടെന്ന് എന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള എക്സാം ഇനി നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം നല്ല ശ്രദ്ധയോടുകൂടി എഴുതണം, നല്ല രീതിയിൽ എഴുതുക, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോവുക. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും, ഒരു സംശയമില്ല. കാരണം നിങ്ങളുടെ എക്സാം എന്നപ്പോൾ നിങ്ങൾ എക്സാം എഴുതിക്കാൻ എനിക്കും കൂടിയിട്ടാണ് ഞാനിങ്ങനെ ടെൻഷൻ. കാരണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഈസി ആയാൽ മതിയായിരുന്നു. നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഈസി ആവട്ടെ എന്നാണ്. കാരണം KTET എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത LP UPക്ക് വേണ്ടി പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് KTET എക്സാം നിങ്ങൾ കഴിഞ്ഞു വെച്ചാൽ ഇനി ഒട്ടും സമയങ്ങൾ അടുത്ത LP UPക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി എന്നുള്ളത് നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നു. സോ ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ എന്താവും, പിന്നെയും പ്രശ്നമായില്ലേ, ഇനി അടുത്ത പ്രാവശ്യം ഇതിനും പഠിക്കണം, അതിൻ്റെ ലാഗായി പോകും. നമ്മൾ ഇത് കിട്ടാതെ നമ്മൾ അത് പഠിക്കാൻ ഇരിക്കത്തുമില്ല, അതാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാം നിങ്ങൾക്കുള്ളതാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. എന്തായാലും ഞാൻ നോക്കട്ടെ ഇനി എക്സാം ഓറിയൻ്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു റിവിഷൻ ക്ലാസ്സസ് ഇനിയിപ്പോൾ നാളെ കൂടി ഉണ്ടല്ലോ, 3കാർക്ക് മറ്റന്നാളാണ്. അപ്പോൾ നാളെ കൂടി ഉണ്ട്, പറ്റുമെങ്കിൽ ഞാൻ കൂടുതൽ ക്ലാസ് ഞാൻ നോക്കട്ടെ. നമ്മുടെ ഡിഫൻസ് മെക്കാനിസം മറ്റുമൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ആ ടോപ്പിക്സ് എല്ലാം ഞാൻ തരാം കേട്ടോ. പക്ഷേ അതുപോലെ ക്യാപ്സ്യൂൾ പോലെ കുറച്ചായിട്ട് തരാം. ദെൻ നമ്മുടെ കോമൺ പെഡഗോജിയുടെ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ റെഡിയാക്കി കൊണ്ട് ഇരിക്കുന്നുണ്ട്. വൈകാതെ തന്നെ അതിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് പറഞ്ഞു ഇതുപോലത്തെ ഒരു ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക കേട്ടോ. ദെൻ നമ്മുടെ ചാനലിൽ ഇനിയിപ്പോൾ നമ്മുടെ കോമൺ പെഡഗോജി ടോപ്പിക്സ് നിങ്ങൾ അതുപോലെ തന്നെ മറക്കരുത്. 30 മാർക്കിൻ്റെ ആണ് നിങ്ങളുടെ കോമൺ പെഡഗോജിൻ്റെ അകത്ത് അഡോൾസൻസ് നമ്മുടെ ഈ പറഞ്ഞ പോലെ കാറ്റഗറി 3യിൽ നിങ്ങളുടെ സബ്ജക്റ്റിന് അത് ചോദിക്കുന്ന 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഈസിയാണ് കേട്ടോ. ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 30 മാർക്ക് അത്യാവശ്യം 20+ ഒക്കെ സിമ്പിളായിട്ട് നേടാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം ആ മാർക്ക് നിങ്ങളൊന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 6 ക്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ്ലി ചോദിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് ആ ഒരു ക്ലാസ് സെറ്റ് ചെയ്ത്. അപ്പോൾ 6 ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമല്ലോ, ഒരു സംശയമില്ല. ദെൻ നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 30 മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെയാണ്, ഇനി അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്തേക്കുക. ദെൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിശുക്ക് കാണിക്കരുത്. ദെൻ അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ വരാം. കീപ് വാച്ചിങ് ഓൺ. Thank you.